ചാപ്റ്റർ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. ഓക്കെ, 11th ചാപ്റ്റർ ആണെന്ന് തോന്നുന്നു, തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. ഈ ചാപ്റ്റർ ഈ പേര് കേട്ടിട്ട് എന്താ തോന്നുന്നു? തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, ഹീറ്റ് ടെമ്പറേച്ചർ അതിനെ റിലേറ്റ് ചെയ്യുന്ന ചാപ്റ്റർ. അതായത് മാറ്ററിന്റെ ഹീറ്റ് ടെമ്പറേച്ചർ ആ പ്രോപ്പർട്ടീസിനെ പറ്റി സ്റ്റഡി ചെയ്യുക. ആ ചാപ്റ്റർ ആണ് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന് പറയാം. അപ്പൊ നമുക്ക് ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ എന്താ മീൻ ചെയ്യാം? ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ എന്താ മീൻ ചെയ്യാം? ടെമ്പറേച്ചർ, വാട്ട് ഇസ് ടെമ്പറേച്ചർ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജസ്റ്റ് പറഞ്ഞു വെച്ചതായിരുന്നു. ടെമ്പറേച്ചർ എന്താ? പെർഫെക്റ്റ് ഡെഫിനിഷൻ എങ്ങനെ പറയാം ടെമ്പറേച്ചറിന്റെ? ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓഫ് എ ബോഡി. ഒരു ബോഡിക്ക് എത്രത്തോളം ഹോട്ട് ആണ് അത് മനസ്സിലാക്കുന്നതാണ് നമ്മൾ എന്ത് പറയുക? ടെമ്പറേച്ചർ. ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓഫ് എ ബോഡി ഓർ ഡിഗ്രി ഓഫ് മെഷർമെന്റ് ഓഫ് ഹോട്ട്നെസ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ടെമ്പറേച്ചർ എന്ന് പറയാം. ഇനി ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് എന്തൊക്കെയാ? സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്താ ടെമ്പറേച്ചറിന്റെ? കെൽവിൻ സ്കെയിൽ. വേറെ എന്തൊക്കെ യൂണിറ്റ് ഉണ്ട് ടെമ്പറേച്ചറിന്? ഫാരൻഹീറ്റ് ഉണ്ട്, ഡിഗ്രി സെൽഷ്യസ് ഉണ്ട് അല്ലെ? പിന്നെ ടെമ്പറേച്ചർ. ഇനി ടെമ്പറേച്ചർ നമ്മൾ പറഞ്ഞു ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓഫ് ആൻ ഒബ്ജക്ട് എന്ന് പറഞ്ഞു. ഇനി ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങനെയാണെങ്കിൽ ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എനർജിയാ. ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ ഫോം ഓഫ് എനർജി. എങ്ങനെ ഹീറ്റ് ട്രാൻസ്ഫർ ആവുന്നത്? എങ്ങനെയാ? രണ്ട് ബോഡിയുടെ ടെമ്പറേച്ചർ ഡിഫറൻസ് അനുസരിച്ച്. ഇപ്പൊ ഹീറ്റ് ഫ്ലോ എന്ന് പറയുമ്പോൾ എങ്ങനെയാ ഹീറ്റ് ഫ്ലോ നടക്കുന്നത്? എങ്ങനെയാ? ഇപ്പൊ ഇതൊരു ഒബ്ജക്റ്റ് ആണെന്ന് വിചാരിക്കുക. ഇതിൽ ഹീറ്റ് ഫ്ലോ എങ്ങനെയായിരിക്കും നടക്കുക? ടെമ്പറേച്ചർ ഡിഫറൻസ്. അതായത് ഇപ്പൊ ഞാനിവിടെ ഒരു തിരി കത്തിച്ച് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഇതൊരു എന്താ പറയാ അയൺ ഓർ സംതിങ് ആണെന്ന് വിചാരിക്കുക. ഞാൻ ആ തിരിയിൽ ഇങ്ങനെ കാണിച്ചു വെച്ചിരിക്കാന്ന് വിചാരിക്കുക. ആദ്യം എവിടെയായിരിക്കും ഹീറ്റ് ഉണ്ടാവുക? ഫുള്ള് പെട്ടെന്ന് അപ്പൊ തന്നെ ചൂടാവുക ഇത്? ഇല്ല. പിന്നെ എവിടെയായിരിക്കും ഹീറ്റ് ആവുക? ആദ്യം ഇതിന്റെ അറ്റത്ത് നന്നായിട്ട് ചൂട് വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യും? പയ്യെ അത് ട്രാൻസ്ഫർ ചെയ്ത് കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും എന്തായിരിക്കും? നമ്മുടെ കയ്യിരിക്കുന്ന സ്ഥലം എന്ത് ചെയ്യും? കൊള്ളാൻ തുടങ്ങും. അപ്പൊ എന്താ പറയാ? ഹീറ്റ് എന്ന് പറയുന്നത് ഫോം ഓഫ് എന്താ പറയാ എമൗണ്ട് ഓഫ് എനർജി ട്രാൻസ്ഫർ ബിറ്റ്വീൻ ടു ഒബ്ജക്ട്സ് അക്കോർഡിംഗ് ടു ദ ടെമ്പറേച്ചർ ഡിഫറൻസ്. ടെമ്പറേച്ചർ ഡിഫറൻസ് അനുസരിച്ച് ട്രാൻസ്ഫർ ആവുന്ന എനർജി, അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഹീറ്റ് എന്ന് പറയാം. ഹീറ്റിന്റെ യൂണിറ്റ് എന്താ? ജൂള്. വേഗം എഴുതിക്കോ, ആ പോയിന്റ്സ് എങ്ങനെ നോട്ട് ചെയ്ത് പോയിക്കോ. ടെമ്പറേച്ചർ, ഇറ്റ് ഈസ് ദ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓഫ് ആൻ ഒബ്ജക്ട്. Temperature, it is the degree of hotness of an object. Temperature, it is the measure of degree of hotness of an object. It is the measure of degree of hotness of an object. Hotness, degree of hotness of an object. Degree of hotness of an object. Unit എഴുതിക്കോ. Temperature, it is the degree of hotness of an object. And heat എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞേ? It is the amount of energy. Heat is the amount of energy. Heat is the amount of energy transferred between two systems. Heat is the amount of energy transferred between two systems. By virtue of its temperature difference. Heat is a form of energy transferred between two systems. It is the amount of energy transferred between two systems by virtue of its temperature difference. By virtue of its temperature difference. ഓക്കെ, ഇപ്പൊ നമ്മൾ ചാപ്റ്ററിലേക്ക് മെയിൻ ആയിട്ട് കയറിയിട്ടില്ല. ഇതൊന്നും നമുക്ക് ബേസ് ആയിട്ട് വേണ്ട കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ചാപ്റ്റർ നമ്മൾ മെയിൻ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന തെർമൽ എക്സ്പാൻഷൻ എന്താണെന്ന് പറയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിപ്പോ ബേസ് ആയിട്ട് വേണ്ട കാര്യങ്ങൾ ജസ്റ്റ് ഇനി പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് ശ്രദ്ധിച്ച് മനസ്സിലാക്കി ഇരുന്നാൽ മതി. ഐഡിയ എന്താന്ന് കിട്ടുക. ടെമ്പറേച്ചർ എന്താന്ന് മനസ്സിലായില്ല, ഹീറ്റ് എന്താന്ന് മനസ്സിലായി, ഫോം ഓഫ് എനർജി. ഓക്കെ, ഇനി ടെമ്പറേച്ചറിനെ നമ്മൾ മെഷർ ചെയ്യുന്നതാണ് കെൽവിൻ സ്കെയിൽ, ഫാരൻഹീറ്റ്, ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞത്. ഡിഗ്രി സെൽഷ്യസിന്റെ മിനിമം റേഞ്ച് എത്രയാണ്? ഡിഗ്രി സെൽഷ്യസിന്റെ മിനിമം റേഞ്ച് എന്തായിരിക്കും? 0 ഡിഗ്രി സെൽഷ്യസ്. ഇനി മാക്സിമം എത്രയായിരിക്കും? മാക്സിമം 100 ഡിഗ്രി സെൽഷ്യസ്. അങ്ങനെയാണെങ്കിൽ ഫാരൻഹീറ്റ് അല്ല, നമ്മൾ മിനിമം റേഞ്ച് കൺസിഡർ ചെയ്യണത് ഡിഗ്രി സെൽഷ്യസിനാ പറയാം. 0 ഡിഗ്രി സെൽഷ്യസിന്റെ മിനിമം എന്ന് പറയുന്നത് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിന്റെ മിനിമം അതിന്റെ താഴെ പോവും. സെർട്ടൈൻ റേഞ്ച് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്ത് വെച്ചിരിക്കുന്നത് 0 ഡിഗ്രി സെൽഷ്യസ്. ഇനി അതുപോലെ തന്നെ അടുത്തത് ഫാരൻഹീറ്റിന്റെ എത്രയാണെന്നറിയോ? ഫാരൻഹീറ്റ് ഒക്കെ പഠിച്ചിട്ടുള്ളതല്ലേ? മിനിമം മാക്സിമം 32, 212 ഇതൊക്കെ പഠിച്ചിട്ടുള്ളതല്ലേ? പഠിച്ചിട്ടില്ല. 32 ഫാരൻഹീറ്റ്, 212 ഫാരൻഹീറ്റ്. ഇത് ജസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ കിട്ടാൻ വേണ്ടി ഞാൻ പറയുന്നുള്ളത്. ഇതൊന്നും ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് വേണ്ട, ഐഡിയ കിട്ടിയിരിക്കുക. ഇനി റിലേഷൻ ബിറ്റ്വീൻ, അതും നിങ്ങൾ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവണം, കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടോ? റിലേഷൻ ബിറ്റ്വീൻ ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഫാരൻഹീറ്റ് അങ്ങനെ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ട്?
ഫോർമുല ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ എഴുതി കാണിച്ചു തരാം. ടെമ്പറേച്ചർ ഇൻ ഡിഗ്രി സെൽഷ്യസ് മൈനസ് മിനിമം ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസിലെ 0 ഡിഗ്രി ഡിവൈഡഡ് ബൈ മാക്സിമം 100 മൈനസ് 0 ഈക്വൽ ടു, ഇനി ടെമ്പറേച്ചർ ഇൻ ഫാരൻഹീറ്റ് ഇക്വേഷനിലേക്ക് വരാം. ടെമ്പറേച്ചർ ഇൻ ഫാരൻഹീറ്റ് അതിലെ മിനിമം വരുന്നത് 32 ഡിവൈഡ് ബൈ മാക്സിമം 212 മൈനസ് മിനിമം 32. അപ്പൊ ടെമ്പറേച്ചർ ഇൻ ഡിഗ്രി സെൽഷ്യസ് TC by 100 equal to TF minus 32 divided by 212 minus 32 180. സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 5 9. അപ്പൊ എങ്ങനെ എഴുതാം? TC by 5 equal to TF minus 32 by 9. Then TC equal to അല്ലെങ്കിൽ TC equal to 5 by 9. TF equal to ഇത് പഠിച്ചിട്ടുണ്ടോ? റിലേഷൻ പഠിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഞാൻ പഠിപ്പിച്ചല്ല, കെമിസ്ട്രിയിലൊന്നും പഠിച്ചിട്ടില്ല. പഠിച്ചിട്ടില്ലെങ്കിൽ ശ്രദ്ധിച്ചോ. നമുക്കിത് പ്രോബ്ലം ചെയ്യാനാ വേണ്ടത്. ഇത് എങ്ങനെ ഡെറൈവ് ചെയ്യണം അതൊന്നും നമുക്ക് വേണ്ട. ഇന്ന് വേണ്ടത് വിമലേ, ഓക്കെ, നമുക്ക് വേണ്ടത് ഈ റിലേഷൻ ആണ് വേണ്ടത്. ടെമ്പറേച്ചർ, അതായത് ഡിഗ്രി സെൽഷ്യസിനും ഫാരൻഹീറ്റിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന റിലേഷൻ, ഈ രണ്ട് റിലേഷനും തമ്മിൽ പഠിച്ചു വെച്ചേക്കാം. അപ്പൊ കൺവേർട്ട് ചെയ്യാൻ വരുമ്പോഴത്തേക്ക് ഇത് വേണം. ഇത് ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. രണ്ടിന്റെ മാക്സിമം, എടാ ശബ്ദം ഉണ്ടാക്കല്ലേ, രണ്ടിന്റെ മാക്സിമം മിനിമം നോട്ട്. ഇല്ല, നിങ്ങൾ ഓക്കെ ആയിട്ട് ഞാൻ തുടങ്ങാം. ഓക്കെ, ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചേ, ഡിഗ്രി സെൽഷ്യസ് ഫാരൻഹീറ്റ് റിലേഷൻ ആണ് നമുക്ക് വേണ്ടത്. ചിരിക്കരുത്. നീ ഇവിടെ വന്നിരുന്നേടാ, നീ ഇവിടെ ഒറ്റക്ക് വന്നിരിക്കുക. ഓക്കെ, വാ ശ്രദ്ധിക്കേ. അപ്പൊ ഡിഗ്രി സെൽഷ്യസ് ഫാരൻഹീറ്റ് റിലേഷൻ ആണ് നമുക്ക് വേണ്ടത്. പ്രത്യേകിച്ച് ഒന്നും നോക്കണ്ട, ഈ ഫോർമുലാസ് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. അതിലേക്ക് എത്താൻ വേണ്ടി പിന്നെ നമുക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ബൈഹാർട്ട് പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. അതായത് ഡിഗ്രി സെൽഷ്യസിന്റെ മിനിമം 0 ഡിഗ്രി, മാക്സിമം 100. ഫാരൻഹീറ്റിന്റെ മിനിമം 32 ഫാരൻഹീറ്റ്, മാക്സിമം 212 ഫാരൻഹീറ്റ്. അതൊന്ന് ഓർത്ത് വെക്കുക. ഡിഗ്രി സെൽഷ്യസിന്റെ മിനിമം എത്ര? 0 ഡിഗ്രി, മാക്സിമം 100. ഫാരൻഹീറ്റ് 32, മാക്സിമം 212. ഇനി അത് റിലേഷൻ കണക്ട് ചെയ്ത് പറയാം. ഡിഗ്രി സെൽഷ്യസിലെ ടെമ്പറേച്ചർ മൈനസ് മിനിമം 0 ഡിവൈഡഡ് ബൈ മാക്സിമം മൈനസ് മിനിമം ഈക്വൽ ടു ഫാരൻഹീറ്റ്, ടെമ്പറേച്ചർ ഇൻ ഫാരൻഹീറ്റ് മൈനസ് മിനിമം ഡിവൈഡഡ് ബൈ മാക്സിമം ബൈ മിനിമം. ജസ്റ്റ് സോൾവ് ചെയ്യുക, ആ ഇക്വേഷനിലേക്ക് എത്തിക്കുക. റിലേഷൻ ബിറ്റ്വീൻ ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഫാരൻഹീറ്റ്. ഓക്കെ, ആ സ്കെയിലിനെ പറ്റി ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് പറഞ്ഞു എന്നുള്ള, റിലേഷൻ ഒന്ന് പറയാൻ വേണ്ടി പറഞ്ഞു എന്നുള്ള. ഞാൻ പറഞ്ഞ പോലെ ഇവിടെ നിന്ന് ചിലപ്പോ 1 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇത് ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഞാൻ പറയുന്നേ ഉള്ളൂ. ടെമ്പറേച്ചർ എന്താണ്, ഹീറ്റ് എന്താണ്, അതുപോലെ തന്നെ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന വേരിയസ് സ്കെയിൽ ഏതൊക്കെയാണ് അറിഞ്ഞിരിക്കുക. ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ഫാരൻഹീറ്റ്, ഡിഗ്രി സെൽഷ്യസ്, പിന്നെ അതുപോലെ ഏതാ കെൽവിൻ സ്കെയിൽ. ഇത്രയും കാര്യങ്ങളെ പറ്റി ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടായിരിക്കാൻ വേണ്ടി പറയുന്നു എന്നുള്ള. എഴുതിക്കോ, വേണമെങ്കിൽ എഴുതിക്കൂടെ വെച്ചോ. റിലേഷൻ ബിറ്റ്വീൻ ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഫാരൻഹീറ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതിക്കോട്ടാ. ഡിഗ്രി സെൽഷ്യസിന്റെ റേഞ്ച്, ഫാരൻഹീറ്റിന്റെ റേഞ്ച് എഴുതുക. സോൾവ് ചെയ്ത ഇക്വേഷൻ രണ്ടും ബോക്സ് ചെയ്തിടുക. ഡെറിവേഷൻ ചോദിക്കൊന്നുമില്ല, റിലേഷൻ മാത്രം മതി. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഇത് ബൈഹാർട്ട് പഠിച്ചു വെക്കണമെങ്കിൽ നല്ലത് ഇത് അങ്ങോട്ട് ഈസി ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എത്തിയാൽ മതിയില്ലേ. അങ്ങനെ ഓർത്തു വെക്കാൻ പറ്റുള്ളൂ. എനിക്ക് പെട്ടെന്ന് ഇക്വേഷൻ ഓർക്കാൻ പറ്റില്ല. പക്ഷെ അപ്പൊ ഞാൻ ഇങ്ങനത്തെ ഇതിലാണ് ഞാൻ ഓർത്തു വെക്കുന്നത്. മാറ്റി കുഴപ്പമില്ല. അതെന്താ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്കൊരു ഐഡിയ കിട്ടുമല്ലോ. ഇത് എങ്ങനെയാ വന്നതെന്ന് പെട്ടെന്ന് ഒരു ഇതില്ലാതെ വരത്തില്ല. മാക്സിമം മിനിമം റേഞ്ച് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്ത് ഇക്വേഷനിലേക്ക് എത്താം. ഒന്ന്
എന്താണ് എന്ത് ടെമ്പറേച്ചർ അല്ല, അത് റിലേഷൻ ബിറ്റ്വീൻ ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഫാരൻഹീറ്റ് അങ്ങനെ എഴുതിയാൽ മതി. പുതിയ ചാപ്റ്റർ ആണ് മോനെ. ആ എഴുതിക്കോ, റിലേഷൻ ബിറ്റ്വീൻ ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഫാരൻഹീറ്റ്. കഴിഞ്ഞ ഇതും കൂടെ ഒന്ന് എഴുതി വെച്ചോട്ടാ. കെൽവിനും ഡിഗ്രി സെൽഷ്യസും തമ്മിലുള്ള റിലേഷൻ, ഈ 3 റിലേഷനും പഠിച്ചു വെച്ചേക്കാം. അതെങ്ങനെ വന്നെന്ന് ഞാൻ പറഞ്ഞുതരാം. എഴുതി വെച്ചോ. ടെമ്പറേച്ചർ അറ്റ് കെൽവിൻ ഈക്വൽ ടു ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 273.5. പിന്നെ നിങ്ങക്ക് എന്താ പറയാ, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അറിയാലോ. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അറിയില്ലേ? പിന്നെ വേറെ തെർമോഡൈനാമിക്സ് അല്ല, തെർമോഡൈനാമിക്സ് പഠിച്ചപ്പോഴത്തേക്കും കെമിസ്ട്രിയിൽ എന്തൊക്കെയാ പഠിച്ചത്? ഈ ഞാൻ പറയട്ടെ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ബോയൽസ് ലോ, ചാൾസ് ലോ അതൊക്കെ പഠിച്ചിട്ടുണ്ടോ? ആണോ? അതില്ലേ? ബോയൽസ് ലോ, ചാൾസ് ലോ, PV = nRT അതെങ്ങനെയാണെന്നൊന്നും പഠിച്ചിട്ടില്ല? അതല്ല ഞാൻ ചോദിച്ചത്. PV = nRT പഠിക്കണമെന്നുണ്ടെങ്കിൽ ബോയൽസ് ലോയും ചാൾസ് ലോയും പഠിക്കണമല്ലോ. ഓ ഓക്കെ, എന്നാ അത് പറഞ്ഞുതരാം. ഇത് എഴുതി കഴിഞ്ഞാ? ഓക്കെ, ഈ ബേസിക്സ് ഒന്ന് പറഞ്ഞിട്ട് വേണം എനിക്ക് ചാപ്റ്ററിലേക്ക് മെയിൻ കയറാൻ. ഇത് വേണ്ടതാണ്, ഈ റിലേഷൻ വേണ്ടതാണ്. എന്നാലും ബാക്കിയുള്ളത് ടെമ്പറേച്ചർ എന്താണ്, ഹീറ്റ് എന്താണെന്നൊക്കെ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. കഴിഞ്ഞാടാ? കഴിഞ്ഞാ നിവേദാനന്ദ? കഴിഞ്ഞാ? ഓക്കെ. ഇനി ഈ റിലേഷൻ എങ്ങനെയാ വന്നത്? റിലേഷൻ ഇതായിട്ട് പഠിച്ചു വെച്ചാൽ മതി. ഇതിന്റെ ഡെറിവേഷൻ അങ്ങനെയൊന്നും നമുക്ക് പഠിക്കാനില്ല. ജസ്റ്റ് ആ റിലേഷൻ പഠിച്ചു വെക്കുക. അത് പിന്നെ എങ്ങനെയാ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിലെ PV = nRT എന്ന് പറഞ്ഞ ഇക്വേഷൻ കേട്ടിട്ടില്ലേ? അതിൽ നിന്നാണ് ആ ഒരു ഇതിലേക്ക്, ഈ ഒരു റിലേഷനിലേക്ക് എത്തിയത്. അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോയൽസ് ലോ എന്താന്ന് കേട്ടിട്ടുണ്ടോ? ബോയൽസ് ലോ പഠിച്ചിട്ടില്ല അല്ലേ? എന്താ ബോയൽസ് ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? പറഞ്ഞോ, നീ പറഞ്ഞ കറക്റ്റാ. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ V is inversely proportional to pressure. ഇതാണോ ഉദ്ദേശിച്ചത്? ഓക്കെ. അത് ബോയൽസ് ലോ ജസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മാത്രം പഠിച്ചു വെക്കുക. നമുക്ക് ഇതൊന്നും ആവശ്യമില്ല. നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടെന്ന് ഓർത്താൽ ഞാൻ ജസ്റ്റ് പറയുന്നത്. നമുക്ക് ആ ഇക്വേഷനും വേണമെന്നില്ല. ഇപ്പൊ തൽക്കാലം നമുക്ക് ആ ഇക്വേഷനും വേണ്ട. അടുത്ത ചാപ്റ്ററിലേക്ക് കയറി കഴിയുമ്പോൾ ഞാൻ പറഞ്ഞോളാം, അപ്പൊ നോക്കിയാൽ മതി. ഇപ്പൊ അതെങ്ങനെയാണ്, ഇതിന് ബിഹൈൻഡ് ദ സ്റ്റോറി എന്താണെന്ന് ഞാൻ ജസ്റ്റ് പറയുന്നത്. ഈ ഒരു റിലേഷൻ വരുന്നത് എങ്ങനെയാ? അപ്പൊ നോക്കിക്കേ, ബോയിൽസ് ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ ഒരു ഒബ്ജക്ട് അല്ലെങ്കിൽ ഒരു ബോഡിയുടെ കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ വോളിയം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? വോളിയം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ ആയിരിക്കും. അതാണ് ബോയിൽസ് ലോ പറയുന്നത്. ഇനി ചാൾസ് ലോ ഉണ്ട്. ചാൾസ് ലോ എന്ന് പറയുന്നത് അറ്റ് കോൺസ്റ്റന്റ് പ്രഷറിൽ V is directly proportional to T. മനസ്സിലായോ? ഈ രണ്ട് ലോയും കമ്പൈൻ. നിങ്ങൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറഞ്ഞ PV = nRT എന്ന് പറഞ്ഞ് പഠിച്ചു പോയില്ലേ? അത് എവിടെന്നാ വന്നതെന്ന് ആലോചിക്കുക. അത് വന്നത് ഈ ബോയിൽസ് ലോയുടെയും അതുപോലെ തന്നെ ചാൾസ് ലോയുടെയും കോമ്പിനേഷൻ ആയിട്ടാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഫോം ചെയ്തത്. ഇതിനെ അതുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ. അപ്പൊ ബോയിൽസ് ലോ എന്ന് പറയുന്നത് എന്താ? കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ V is inversely proportional to
പ്രഷർ. ഓക്കെ, ആൻഡ് ചാൾസ് ലോ എന്ന് പറയുമ്പോൾ എന്താ, കോൺസ്റ്റന്റ് പ്രഷർ. മറ്റേത് ബോയിൽസ് ലോയിൽ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആണെങ്കിൽ ചാൾസ് ലോയിലേക്ക് വന്നപ്പോ എന്തായി, അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആയി. അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ V is directly proportional to T. ഈ രണ്ട് ലോയും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും, V is directly proportional to T by P. ഓക്കെ, ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം, PV is directly proportional to T, PV is equal to nRT. ഇങ്ങനെ n എന്ന് പറഞ്ഞാൽ എന്താ, നമ്പർ ഓഫ് മോൾസ്. അപ്പൊ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇവിടെ നിന്ന് ഇപ്പൊ എഴുതാനാണെങ്കിൽ PV is directly proportional to T, PV is equal to കോൺസ്റ്റന്റിനെ കൊണ്ടുവന്ന് R, PV is equal to RT for n number of gas അല്ലെങ്കിൽ n number of moles, PV is equal to nRT. ഈ റിലേഷൻ എത്തി, മനസ്സിലായി? ഇപ്പൊ മനസ്സിലായ? ഇനി പഠിച്ചില്ല എന്ന് പറയുന്നത് എങ്ങനെയാ റിലേഷൻ വന്നതെന്ന് മനസ്സിലായില്ല. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PV is equal to nRT എന്ന് പറയുന്ന റിലേഷൻ വന്നത് ഏതൊക്കെ ലോസ് കമ്പൈൻ ചെയ്തിട്ടാണ്, ബോയിൽസ് ലോയും അതുപോലെ തന്നെ ചാൾസ് ലോയും. ബോയിൽസ് ലോ എന്ന് പറയുമ്പോൾ തന്നെ ആലോചിക്കുക, അവിടെ എന്താ കോൺസ്റ്റന്റ് ആയിട്ട് വരാം. നമുക്ക് ആകെ 3 ക്വാണ്ടിറ്റീസിനെ പറ്റി മാത്രം പറഞ്ഞാൽ മതി, പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ. ഇതിനെപ്പറ്റി മാത്രം നമുക്ക് പറഞ്ഞാൽ മതി. അപ്പൊ ബോയിൽസ് ലോ എന്ന് പറയുമ്പോൾ അവിടെ ആരാ കോൺസ്റ്റന്റ് ആയിട്ട് ഇരിക്കുക, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്, വോളിയം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. ഇനി ചാൾസ് ലോ എന്ന് പറയുമ്പോൾ ആരാ കോൺസ്റ്റന്റ്, പ്രഷർ കോൺസ്റ്റന്റ് ആണ്, വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് നമ്മൾ ഏതിലേക്ക് എത്തി, PV is equal to nRT എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് എത്തി. ഇനി ഇത് നോക്കിക്കേ, ഈ ഒരു ഇക്വേഷനിൽ നിന്ന് അറ്റ് കോൺസ്റ്റന്റ് വോളിയം ആണ് നമ്മൾ കൺസിഡർ ചെയ്യണമെന്ന് വിചാരിക്കുക. അറ്റ് കോൺസ്റ്റന്റ് വോളിയം ആണെങ്കിൽ P is directly proportional to നമുക്ക് T എന്ന് പറഞ്ഞൂടെ. ആ ഒരു റിലേഷൻ വെച്ച് ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് നമുക്ക് മനസ്സിലായത് 273.5 എന്ന് പറയുന്ന ഒരു ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ കിട്ടി. അപ്പൊ കെൽവിൻ സ്കെയിൽ നോക്കാനാണെങ്കിൽ കെൽവിൻ സ്കെയിൽ പിന്നെ താഴേക്ക് പോകത്തില്ല, -273 എന്ന് പറയുന്ന ഒരു റേഞ്ച് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് കെൽവിൻ സ്കെയിലിൽ പിന്നെ റീഡിങ്സ് വരത്തില്ല. അപ്പൊ അതിനെയാണ് നമ്മൾ ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു റിലേഷൻ വെച്ചിട്ടാണ്, അതായത് PV is equal to nRT അറ്റ് കോൺസ്റ്റന്റ് വോളിയത്തിൽ പ്രഷർ is directly proportional to temperature, ഈ ഒരു റിലേഷനിൽ നിന്നാണ് കെൽവിൻ സ്കെയിലും ഡിഗ്രി സെൽഷ്യസും തമ്മിലുള്ള ഒരു റിലേഷൻ വന്നത്. അത്രയും അറിഞ്ഞിരുന്നാൽ മതി, ആ റിലേഷൻ മാത്രം പഠിച്ചു വെക്കാം. ഓക്കെ, ഇത് വേണമെങ്കിൽ ജസ്റ്റ് എഴുതി വെച്ചോ. ഇതിപ്പോ ബോയിൽസ് ലോയും ചാൾസ് ലോയും അറിയാത്തതല്ല, അതുകൊണ്ട് ജസ്റ്റ് എഴുതി വെച്ചോ സൈഡിൽ. ടെക്സ്റ്റിൽ വേണമെങ്കിൽ വായിച്ചു നോക്കിയാൽ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാവും ഇങ്ങനെ ഇതിനെ തമ്മിൽ. അറ്റ് കോൺസ്റ്റന്റ് വോളിയത്തിൽ P is directly proportional to T ആണ്. അപ്പൊ P യും T യും തമ്മിലുള്ള ഒരു ഗ്രാഫ് തന്നിട്ടുണ്ടാവും. ആ ഗ്രാഫിൽ നിന്നായിരിക്കും ഇത് ഡിറൈവ് ചെയ്ത് വന്നേക്കുന്നത്. ടെക്സ്റ്റ് വായിച്ചു നോക്കാൻ പറ്റുമെങ്കിൽ ഈ ചാപ്റ്റർ ഇനിയുള്ള ചാപ്റ്റർ ഒക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയോ. വലിയ ഡെറിവേഷൻ ഒന്നും ഇല്ല, നമുക്ക് കുറച്ച് കഥ പോലെ വായിക്കാനുള്ളതേ ഉള്ളൂ. അപ്പൊ ഗ്രാഫ് വരച്ച് വരുമ്പോ P T P ഇതിനാണ് നമ്മൾ ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, കഴിഞ്ഞ ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ, അത് ആ ഒരു ഇതിലാണ് ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ റേഞ്ച് എന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത ഹെഡിങ്ങോട് തെർമൽ എക്സ്പാൻഷൻ. ഇവിടെ നിന്നാണ് നമ്മൾ ചാപ്റ്റർ മെയിൻ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി അറിഞ്ഞിരിക്കുക. ഇത്രയും സ്കെയിൽ ഉണ്ട്, നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ, ഹീറ്റ് ആണ് പഠിക്കുന്നത്. ടെമ്പറേച്ചറിന് 3 ടൈപ്പ് സ്കെയിൽ ഉണ്ട്, ഡിഗ്രി, ഫാരൻഹീറ്റ്, കെൽവിൻ സ്കെയിൽ. അതുപോലെ ആ സ്കെയിൽ തമ്മിലുള്ള റിലേഷൻ ഒന്ന് അറിഞ്ഞിരിക്കുക. ഡിഗ്രി സെൽഷ്യസും അതുപോലെ തന്നെ ഫാരൻഹീറ്റും തമ്മിലുള്ള റിലേഷൻ, ഫാരൻഹീറ്റിനെ കൺവേർട്ട് ചെയ്യാൻ, ഇത് നമുക്ക് കൺവേർട്ട് ചെയ്യാനുണ്ട്. ആ കൺവേർഷൻ പഠിക്കാൻ വേണ്ടിയാണ് ഇതൊന്ന് ജസ്റ്റ് പഠിച്ചു വെക്കാൻ പറയുന്നത്. അതുപോലെ തന്നെ കെൽവിൻ ടു ഡിഗ്രി സെൽഷ്യസ്, ഈ 3 റിലേഷൻ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ. ഹീറ്റ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ, ആ ടോപ്പിക് അങ്ങ് തീർന്നു പോകാൻ. ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ, ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓഫ് ആൻ ഒബ്ജക്ട്. അതിന്റെ യൂണിറ്റ് എന്തൊക്കെയാ വരിക, കെൽവിൻ. കെൽവിൻ ആണ് സ്റ്റാൻഡേർഡ് യൂണിറ്റ്. പിന്നെ ഡിഗ്രി സെൽഷ്യസ്, ഫാരൻഹീറ്റ്. ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, amount of energy transferred between two objects by virtue of its temperature difference. Okay, പിന്നെ നമ്മൾ റിലേഷൻ പഠിച്ചു. ചാൾസ് ലോ, ബോയിൽസ് ലോ വേണമെങ്കിൽ ഒന്ന് നോക്കി വെച്ചാൽ നമുക്ക് അടുത്ത ചാപ്റ്ററിലും ചിലപ്പോൾ വേണ്ടി വരും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കാം. ചാൾസ് ലോ അതുപോലെ തന്നെ
ബോയിൽസ് ലോ. നോക്കി വെക്കാം. ബോയിൽസ് ലോ എന്ന് പറയുമ്പോൾ എന്താ അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് വരാ? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. വോളിയം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. ചാൾസ് ലോ എന്ന് പറയുമ്പോൾ എന്താ കോൺസ്റ്റന്റ്? പ്രഷർ കോൺസ്റ്റന്റ് ആണ്. വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ഓക്കെ, ഇനി അടുത്ത ഹെഡിങ് കൊടുത്തു തെർമൽ എക്സ്പാൻഷൻ. തെർമൽ എക്സ്പാൻഷൻ. തെർമൽ എക്സ്പാൻഷൻ. ഓക്കെ, ഇവിടെ തൊട്ട് സിമ്പിൾ ടോപ്പിക് ആണ്. മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പഠിച്ചു പോവാം. വീട്ടിൽ പോയിട്ട് വേറെ എക്സ്ട്രാ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ഈ വേർഡ് ഒന്ന് തന്നെ നോക്കിക്കേ. തെർമൽ എക്സ്പാൻഷൻ എന്തായിരിക്കും? തെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ മീൻ ചെയ്യാം. തെർമൽ എക്സ്പാൻഷൻ എന്തായിരിക്കും? തെർമൽ മീൻസ് എന്താ നമ്മൾ പറഞ്ഞ ടെമ്പറേച്ചർ അല്ലെ? അപ്പൊ എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ എന്താ? എക്സ്പാൻഡ് ചെയ്യുക. ഒരു ഒബ്ജക്ട് അല്ലെങ്കിൽ ഒരു സോളിഡ് എക്സ്പാൻഡ് ചെയ്യുക. അപ്പൊ തെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ മീൻ ചെയ്യുക? തെർമൽ എക്സ്പാൻഷൻ ഒരു ഒബ്ജക്റ്റിലേക്ക്, ഒരു സോളിഡിലേക്ക് നമ്മൾ ഹീറ്റ് കൊടുക്കുന്നു. ഹീറ്റിന്റെ എഫക്റ്റിൽ ആ ഒബ്ജക്റ്റിന് അല്ലെങ്കിൽ ആ ഒരു സോളിഡിന് എന്ത് സംഭവിക്കും? എക്സ്പാൻഷൻ സംഭവിക്കും. അതിനെ നമ്മൾ പറയുന്ന പേരാണ് തെർമൽ എക്സ്പാൻഷൻ. അപ്പൊ എന്തെന്ന് പറയാം? ഇൻക്രീസ് ഇൻ ഡയമെൻഷൻ ഓഫ് എ ബോഡി ഡ്യൂ ടു ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ബോഡിക്ക് എന്ത് സംഭവിച്ചു? ഡയമെൻഷൻ എന്ത് ചെയ്ത്? ഇൻക്രീസ് ചെയ്തു. ഓക്കെ, ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാവാം? ഡയമെൻഷൻ എന്തൊക്കെ വരാം? ഏരിയ ഇൻക്രീസ് ചെയ്യാം, ലെങ്ത് ഇൻക്രീസ് ചെയ്യാം, വോളിയം ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, അപ്പൊ തെർമൽ എക്സ്പാൻഷൻ ഐഡിയ കിട്ടിയ. തെർമൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ടെമ്പറേച്ചറിന്റെ എഫക്റ്റിൽ ബോഡിക്ക് എന്ത് സംഭവിക്കുക? എക്സ്പാൻഷൻ സംഭവിക്കുക. ഇൻക്രീസ് ഇൻ ഡയമെൻഷൻ ഓഫ് എ ബോഡി ഡ്യൂ ടു ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. അതിനെ പറയുന്ന പേരാണ് തെർമൽ എക്സ്പാൻഷൻ. ഹീറ്റ് കൊടുക്കുന്നു, എക്സ്പാൻഷൻ സംഭവിക്കുന്നു. ഓക്കെ, അപ്പൊ എഴുതിക്കോ. തെർമൽ എക്സ്പാൻഷൻ, ദ ഇൻക്രീസ് ഇൻ ഡയമെൻഷൻ ഓഫ് എ ബോഡി, ദ ഇൻക്രീസ് ഇൻ ഡയമെൻഷൻ ഓഫ് എ ബോഡി, the increase in dimension of a body due to increase in temperature, due to increase in temperature, the increase in dimension of a body due to increase in temperature. Okay, ഇനി ഒന്ന് കണക്ട് ചെയ്ത് പറയണേ. ഇപ്പൊ ഞാൻ എന്റെ കയ്യിൽ ഒരു സോളിഡ് ഉണ്ടെന്ന് വിചാരിക്കാം. ആ സോളിഡിലേക്ക് ഞാൻ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ അപ്ലൈ ചെയ്ത്. ഇപ്പൊ തെർമൽ എക്സ്പാൻഷൻ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ആ ഒരു ഒബ്ജക്ട് എന്താകും? അത് എക്സ്പാൻഡ് ആവും. എക്സ്പാൻഡ് ആകുമ്പോൾ തെർമലി എക്സ്പാൻഡഡ് ആയെന്ന് നമുക്ക് പറയാം. ഇനി എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ എഴുതി വെച്ചേക്കുന്നത് എന്താ? ഇൻക്രീസ് ഇൻ ഡയമെൻഷൻ ഓഫ് എ ബോഡി ഡ്യൂ ടു ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. അപ്പൊ ടെമ്പറേച്ചർ കൊടുത്തപ്പോൾ ഈ ബോഡിയുടെ ലെങ്ത് ആണ് ഇൻക്രീസ് ആയെന്ന് വിചാരിക്കുക. എന്ത് വേണം? ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരാം? ലെങ്ത് വരാം, ഏരിയ വരാം, വോളിയം വരാം. ഇനി ഈ ബോഡിയുടെ ലെങ്ത് മാത്രമാണ് ഇൻക്രീസ് ചെയ്തതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ എക്സ്പാൻഷനെ നമുക്ക് എന്തെന്ന് പറയാം? ലീനിയർ എക്സ്പാൻഷൻ. അപ്പൊ കണക്ട് ചെയ്യുക. ലെങ്ത്തിനാണ് ഇൻക്രീസ് ചെയ്യുക, അതായത് ലെങ്ത്തിനാണ് ചേഞ്ച് ഉണ്ടായിരിക്കുന്നതെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? ലീനിയർ എക്സ്പാൻഷൻ എന്ന് പറയും. ഇനി നേരെ തിരിച്ച് ലെങ്ത് അല്ല, ഏരിയ ചേഞ്ച് ആയിരിക്കട്ടെ. ഏരിയ ചേഞ്ച് ആയെങ്കിൽ നമുക്ക് അതിന് എന്തെന്ന് പറയാം? ഏരിയ എക്സ്പാൻഷൻ എന്ന് പറയാം. ഇനി അതുപോലെ വോളിയത്തിനാണ് ചേഞ്ച് വന്നേക്കുന്നുണ്ടെങ്കിൽ എന്ത് പറയാം? വോളിയം എക്സ്പാൻഷൻ. അപ്പൊ ഈ 3 ടൈപ്പ് എക്സ്പാൻഷൻ ആണ് ഇനി പഠിക്കാൻ പോകുന്നത്. കണ്ടന്റ് എന്താന്ന് മനസ്സിലായില്ല, ഡെറിവേഷൻ ആണ് വരാൻ പോകുന്നത്. പക്ഷെ ജസ്റ്റ് സിമ്പിൾ ആണ്, നോക്കിയിരുന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇൻക്രീസ് ഇൻ ലെങ്ത് ആണ് വന്നേക്കുന്നത്. നമ്മൾ എഴുതി വെച്ചിരുന്ന സ്റ്റേറ്റ്മെന്റ് എന്താ? ദ ഇൻക്രീസ് ഇൻ ഡയമെൻഷൻ ഓഫ് എ ബോഡി ഡ്യൂ ടു increase in temperature is called thermal expansion. ഇനി increase in length of a body due to increase in temperature is called എന്ത് പറയും? ലീനിയർ എക്സ്പാൻഷൻ. അപ്പൊ ലെങ്ത്തിനാണ് സംഭവിക്കുന്നതെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? ലീനിയർ എക്സ്പാൻഷൻ എന്ന് പറയാം. അപ്പൊ എഴുതിക്കോ. the increase in length of a body due to increase in temperature is called the increase in length of a body, the increase in length of a body due to increase in temperature is called linear expansion. Linear expansion. And the increase in area of a body, അടുത്തത് increase in area of a body due to increase in temperature is called area expansion. And last one, increase in volume of a body due to increase in temperature is called volume expansion. ഓക്കെ, അപ്പൊ സ്റ്റേറ്റ്മെന്റ് പഠിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടെ പറയാം. എവിടെ എത്തിയാണ്? ഇൻക്രീസ് ഇൻ ഏരിയ ഓഫ് എ ബോഡി ഡ്യൂ ടു ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുമ്പോഴത്തേക്കും ഏരിയ കൂടിയിട്ടുണ്ടെങ്കിൽ അതിന് എന്തെന്ന് പറയാം? ഏരിയ എക്സ്പാൻഷൻ. ഇനി ടെമ്പറേച്ചർ കൂടി കഴിയുമ്പോഴത്തേക്കും വോളിയം കൂടിയിട്ടുണ്ടെങ്കിൽ അതിന് എന്തെന്ന് പറയാം? വോളിയം എക്സ്പാൻഷൻ. പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ തൊട്ട് നന്നായിട്ട് പഠിക്കണം കേട്ടോ. അപ്പൊ തെർമൽ എക്സ്പാൻഷൻ എന്താ? തെർമൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ?
ടെമ്പറേച്ചറിന്റെ എഫക്റ്റിൽ ബോഡിയുടെ ഡയമെൻഷന് ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം ആ ബോഡി തെർമലി എക്സ്പാൻഡഡ് ആയെന്ന് പറയാം. ദ ഇൻക്രീസ് ഇൻ ഡയമെൻഷൻ ഓഫ് ദ ബോഡി ഡ്യൂ ടു ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഇസ് കോൾഡ് തെർമൽ എക്സ്പാൻഷൻ. അതുപോലെ എത്ര ടൈപ്പ് എക്സ്പാൻഷൻ ഉണ്ട്? there are 3 types of expansion: linear expansion, area expansion and volume expansion. ഓക്കെ, ലെങ്ത് ആണ് ഇൻക്രീസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്തെന്ന് പറയാം? ദ ഇൻക്രീസ് ഇൻ ലെങ്ത് ഓഫ് ദ ബോഡി ഡ്യൂ ടു ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഇസ് കോൾഡ്, പെട്ടെന്ന് പഠിക്കാൻ പറ്റില്ലേ? ഡയമെൻഷൻ ചേഞ്ച് ആകുക ഡ്യൂ ടു ദ എഫക്ട് ഓഫ് ടെമ്പറേച്ചർ നമ്മൾ എന്തെന്ന് പറയും? തെർമൽ എക്സ്പാൻഷൻ എന്ന് പറയും. 3 types തെർമൽ എക്സ്പാൻഷൻ ഉള്ളത്: ലീനിയർ, ഏരിയ, വോളിയം. ഓക്കെ, ലീനിയർ എന്ന് പറയുമ്പോൾ എന്താ ആലോചിച്ച് നോക്കുക. ലീനിയർ എന്താ പറയാ? ഇൻക്രീസ് ഇൻ ലെങ്ത് ഓഫ് ദ ബോഡി ഡ്യൂ ടു ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ഏരിയ എന്ന് പറയുമ്പോൾ എന്താ മീൻ ചെയ്യുക? ഇൻക്രീസ് ഇൻ ഏരിയ ഓഫ് ദ ബോഡി ഡ്യൂ ടു ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ആൻഡ് വോളിയം എന്താ പറയാ? ഇൻക്രീസ് ഇൻ വോളിയം ഓഫ് ദ ബോഡി ഡ്യൂ ടു ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഇസ് കോൾഡ് വോളിയം എക്സ്പാൻഷൻ. ഇനി ഇതിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ലീനിയർ എക്സ്പാൻഷൻ. ലീനിയർ എക്സ്പാൻഷൻ എന്ത് ചേഞ്ച് ആവുമെന്നാ പറഞ്ഞാൽ ലെങ്ത്തിനാണ് ചേഞ്ച് വരിക. ഓക്കെ, അപ്പൊ ഞാനൊരു ബോഡി കൺസിഡർ ചെയ്തു. ഓക്കെ, ആ ബോഡിയുടെ ലെങ്ത് എല്ലാണ്. ഒരു ബോഡി കൺസിഡർ ചെയ്ത് ബോഡിയുടെ ലെങ്ത് എല്ലാണ്. ഇതിലേക്ക് ഞാൻ ഡെൽറ്റ ടി എന്ന് പറയുന്ന ഒരു ടെമ്പറേച്ചർ കൊടുത്തു. ഓക്കെ, ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞപ്പോൾ ബോഡിക്ക് എന്ത് സംഭവിച്ചു? നമ്മുടെ കൺസെപ്റ്റ് അനുസരിച്ച് ലീനിയർ എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ എന്താ? ഇൻക്രീസ് ഇൻ ലെങ്ത് ഓഫ് ദ ബോഡി ഡ്യൂ ടു ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൊടുത്തു, ടെമ്പറേച്ചറിന്റെ എഫക്റ്റിൽ ബോഡിക്ക് ലെങ്ത് ഇൻക്രീസ് ചെയ്തു. അപ്പൊ ലെങ്ത് ഇൻക്രീസ് ചെയ്ത് ഡെൽറ്റ എൽ ആയി, ലെങ്ത് ഇൻക്രീസ് ചെയ്ത്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ടെമ്പറേച്ചർ കൊടുത്തതിനനുസരിച്ചാണ് ആര് ഇൻക്രീസ് ചെയ്തത്? ലെങ്ത് ഇൻക്രീസ് ചെയ്തത്. ലെങ്ത് ഇൻക്രീസ് ചെയ്തതിനനുസരിച്ചാണ് ആര് ഇൻക്രീസ് ചെയ്തത്? ഡെൽറ്റ എൽ ഇൻക്രീസ് ചെയ്തത്. ഓക്കെ, മനസ്സിലായ? ടെമ്പറേച്ചർ കൊടുത്തതിന്റെ എഫക്റ്റിൽ ആർക്ക് ഇൻക്രീസിങ് ഉണ്ടായി? ലെങ്തിനുണ്ടായി. അതുപോലെ തന്നെ ലെങ്ത് കൂടിയതിനനുസരിച്ച് ലെങ്ത്തിന് എഫക്ട് വന്നു കഴിയുമ്പോഴത്തേക്കും അടുത്ത എഫക്ട് ആർക്ക് ഉണ്ടാവും? ഇതിനുണ്ടാവും. ഡയറക്റ്റ് ചെയ്ത് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം എൽ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ എൽ ആൻഡ് എൽ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ ടി. ഓക്കെ, അപ്പൊ എഴുതിക്കോ. ഫസ്റ്റ് വൺ ലീനിയർ എക്സ്പാൻഷൻ. ലീനിയർ എക്സ്പാൻഷന് സെപ്പറേറ്റ് ഹെഡിങ് കൊടുത്ത് പറയണേ. ഓക്കെ, ഇവിടെ തൊട്ട് ഞാൻ പറയണം ഒന്ന്. കൺസിഡർഡ് എ ബോഡി, ഇവിടെ തൊട്ട് ഒന്നുകൂടെ പറയണം. കൺസിഡർഡ് എ ബോഡി ഓഫ് ലെങ്ത് എൽ ജസ്റ്റ് ഒന്ന് വരച്ചു വെച്ചോ. ആ ഒരു ഫിഗർ ഒന്ന് കാണിച്ചു. ഇത് പറഞ്ഞാൽ ഞാൻ ചെയ്യും, ബാക്കി നിങ്ങൾ ചെയ്യുമല്ലോ. ഇത് ഈ സ്റ്റെപ്പ് എല്ലാം ഞാൻ പറഞ്ഞുതരാം. ഇതൊന്ന് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തത് ചെയ്യാൻ പറ്റും. ഇല്ല ഇല്ല ഇല്ല, ആ കൺസിഡർഡ് ബോഡി ഓഫ് ലെങ്ത് എൽ പിന്നെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതണം. ലെങ്ത് എൽ വേണ്ട, ഫിഗർ വരച്ചു വെച്ചാൽ മതി. അത്ര ഡീപ്പായിട്ട് പഠിക്കണമെന്നില്ലല്ലോ, കുഴപ്പമില്ല. ഡെറിവേഷൻ മതി. ഇല്ല, സിമ്പിൾ ആയിട്ട് തരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത്ര ഡീപ്പായിട്ട് പോകണ്ട, അത്രയും മതി. വേണമെങ്കിൽ വിമല എഴുതണമെങ്കിൽ എഴുതിക്കോ. ആഫ്റ്റർ അപ്ലൈയിങ് എ ടെമ്പറേച്ചർ ഡെൽറ്റ ടി ദ ലെങ്ത് ഇൻക്രീസസ് ടു ഡെൽറ്റ എൽ കൊടുത്തു, കുഴപ്പമില്ല. എന്നാ വേണ്ട വെച്ച്. ഓക്കെ, ഇനി നോക്കിക്കേ. ഡെൽറ്റ എൽ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൽ ഡെൽറ്റ ടി. ഓക്കെ, പ്രൊപ്പോർഷണൽ ഇവിടെ ശ്രദ്ധിക്കാം. പ്രൊപ്പോർഷണാലിറ്റി മാറ്റിയിട്ട് നമ്മളൊരു കോൺസ്റ്റന്റ് കൊണ്ടുവരുവാണ്. ആൽഫ എൽ അല്ലടാ അത് ചൂടാ നല്ലതടാ. ഇതാണ് റിംഗ്ടോൺ. ഓക്കെ, വേഗം എഴുതിക്ക്. ഇതിന്റെ വോളിയം ഏരിയയും കൂടി ചെയ്യണം. അപ്പൊ കണ്ട എന്താ ശ്രദ്ധിച്ചേ? അടുത്ത ഏരിയ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ഇതുപോലെ തന്നെ സെയിം കൺസെപ്റ്റ് തന്നെ സെയിം സ്റ്റെപ്സ് കൊടുക്കുക. ഒരു ബോഡി ഇടാ, ഒരു ബോഡിയുടെ ലെങ്ത് എല്ലാണ്. അതിലേക്ക് നമ്മൾ ടെമ്പറേച്ചർ കൊടുത്തു. ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ടെമ്പറേച്ചറിന്റെ എഫക്റ്റില് ബോഡിക്ക് എന്തുണ്ടായി? ലെങ്ത് ഇൻക്രീസ് ചെയ്തു. ഏതാടാ?
ഇതാ ആൽഫ എൽ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ എൽ നിങ്ങൾ പറയാതെ അപ്പൊ നിങ്ങൾ പറഞ്ഞിട്ട് എഴുതാ അതാ പറഞ്ഞത് പഠിച്ചിട്ട് എഴുത്. അപ്പൊ അടുത്തത് നമുക്ക് ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല. ഒന്നോട് ശ്രദ്ധിച്ചു. അപ്പൊ അടുത്തത് നമുക്ക് ചെയ്യാൻ പറ്റും. ശ്രദ്ധിച്ചേ. ആ അത്രയൊന്നും പോവണ്ട ഇപ്പൊ തൽക്കാലം. അതെ, ഡെൽറ്റ എൽ ബൈ എൽ എന്നല്ലല്ലോ, ഞാൻ ഇപ്പൊ എൽ ബൈ ഡെൽറ്റ എൽ എന്നല്ല കൊടുത്തേക്കണത്. വേണ്ട, നീ എഴുതണ്ട, നീ ഇപ്പൊ ഇത് നോക്ക്. ഓക്കെ, ശ്രദ്ധിച്ചേ. എന്താ സംഭവിച്ചേക്കുന്നത്? അടുത്ത നിങ്ങൾ ചെയ്യാനുള്ള ഉണ്ട്, ഞാൻ ഓരോരുത്തരും കൊണ്ട് ചെയ്യിപ്പിക്കും. അതുകൊണ്ട് ശ്രദ്ധിച്ചിരുന്നു. സിമ്പിൾ. അതെ, ഒരു ബോഡിയുടെ ലെങ്ത് എല്ലാണ്, അതിലേക്ക് ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞപ്പോ അതിന് എന്തുണ്ടായി? ചേഞ്ച് വന്നു അല്ലെ? അപ്പൊ നമുക്ക് പറയാം ഈ വന്നിരിക്കുന്ന ചേഞ്ച് എന്ന് പറയുന്നത്, ഉണ്ടായിരിക്കുന്ന ഈ ബോഡിക്ക് ഉണ്ടായിരിക്കുന്ന എക്സ്പാൻഷൻ അല്ലെങ്കിൽ ആ ഒരു ഡയമെൻഷന്റെ ചേഞ്ച് എന്ന് പറയുന്നത് ആർക്കൊക്കെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആ? ദാറ്റ് ചേഞ്ച് ഡെൽറ്റ എൽ is directly proportional to length L and also this change delta L is directly proportional to temperature. ഉണ്ടായിരിക്കുന്ന ചേഞ്ച് എല്ലിനും അതായത് ലെങ്തിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, അതുപോലെ തന്നെ ടെമ്പറേച്ചറിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. രണ്ട് ഇക്വേഷൻ എങ്ങനെയാണെന്നൊന്നും മനസ്സിലായില്ല. ഇത് എഴുതണമെന്ന് നിർബന്ധമില്ല, ഇത് എഴുതേണ്ടത് ഞാൻ മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് ചേഞ്ച് ഡെൽറ്റ എൽ is directly proportional to L and delta L is also directly proportional to the temperature difference delta T. രണ്ട് ഇക്വേഷനും കൂടെ കമ്പൈൻ ചെയ്യുക. ഡെൽറ്റ എൽ ഈക്വൽ ടു, ഗായത്രി കാണാൻ പറ്റുന്നുണ്ടോ? അതിനെ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഡെൽറ്റ എൽ is directly proportional to, രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുക, എൽ ഡെൽറ്റ ടി എന്ന് കിട്ടി. ഇനി പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മളൊരു കോൺസ്റ്റന്റിനെ കൊണ്ടുവന്നു, അതാണ് കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. അതിന്റെ താഴെ എഴുതി വെച്ച ആൽഫ എൽ is equal to കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. ഏതാണ്? ഡെൽറ്റ പോലെ തോന്നണം. ഇതാ അല്ല അല്ല, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ കൊടുക്കൂലേ? ഞാൻ അങ്ങനെ സ്പീഡിൽ എഴുതണമെന്നേ ഉള്ളു. അത് ആൽഫ അല്ലല്ലേടാ മറ്റേത്. ഇത് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കാണിക്കാൻ വേണ്ടി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയില്ലേ, അത് അവർക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഡിഫറെന്റ് ആണെന്ന്. അത് കുഴപ്പമില്ല. ഓക്കെ, എൽ ഡെൽറ്റ ടി ബൈ ഡെൽറ്റ എൽ. ഓക്കെ, ഇനി ഇതേ സെയിം കൺസെപ്റ്റിൽ ഏരിയ ചെയ്താന്ന്. ഏരിയ എങ്ങനെ വരും? സെയിം കൺസെപ്റ്റ്, ഒന്നും മാറൂല ഇക്വേഷൻ. കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ വന്ന സ്ഥലത്ത് അവിടെ എന്ത് വരും? കോഎഫിഷ്യന്റ് ഓഫ് ഏരിയ എക്സ്പാൻഷൻ. വേണം ചെയ്തേ. കൺസിഡർഡ് എ ബോഡി ഓഫ് ഏരിയ എ ആണ്. നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കുന്നു. ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക? വേണമെങ്കിൽ ഇതുകൂടെ ശ്രദ്ധിച്ചോ, വോളിയം ചെയ്താൽ മതി. ഫസ്റ്റ് വൺ കിട്ടിയവര് ബാക്കി രണ്ട് സ്വന്തമായിട്ട് ചെയ്തോ, കിട്ടാത്തവര് ഏരിയ കൂടെ ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞ് നമുക്ക് പോവാം. ഓക്കെ, ഡെൽറ്റ എ എന്ന് പറയുന്ന ഏരിയക്ക് ചേഞ്ച് ഉണ്ടായി. ഓക്കെ, ഇനി നമുക്ക് പറയാം ഇവിടെ ഉണ്ടായിരിക്കുന്ന ചേഞ്ച് എന്ന് പറയുന്നത് എന്താ? ഡെൽറ്റ എ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എ ആൻഡ് ഡെൽറ്റ എ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ ടി. രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുക. ഡെൽറ്റ എ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എ ഡെൽറ്റ ടി. പ്രൊപ്പോർഷണാലിറ്റി മാറ്റിയിട്ട് കോൺസ്റ്റന്റിനെ കൊണ്ടുവരിക. ഡെൽറ്റ എ ഈസ് ഈക്വൽ ടു ആൽഫ എ ഡെൽറ്റ ടി. then alpha a equal to a delta t divided by delta a, coefficient of area expansion. ഇവിടെ നിന്നായിരിക്കും പ്രോബ്ലം വന്നത്. coefficient of linear expansion, coefficient of area expansion, and next one is coefficient of volume expansion. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. coefficient of volume expansion, consider a body of volume V after applying a temperature, ഒരു ചേഞ്ച് വന്നു delta V. Then our change delta V is directly proportional to V, delta V is directly proportional to delta T. Then combine ചെയ്യാ, delta V is directly proportional to V delta T. Proportionality മാറ്റിയിട്ട് constant നെ കൊണ്ടുവരാ. delta V equal to V എടാ നിങ്ങൾ ബോർഡ് ക്ലിയർ അല്ലെങ്കിൽ പറയണോട്ടാ.
മൂന്നിന്റെ താഴെ എഴുതി കേട്ടോ. ആൽഫ എൽ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ, മറ്റേത് എന്താ ലാസ്റ്റ് അപ്പൊ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത് എന്താ, കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ കണ്ടുപിടിച്ച്, കോഎഫിഷ്യന്റ് ഓഫ് ഏരിയ എക്സ്പാൻഷൻ, കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ. ആൽഫ എൽ എന്ന് പറയുമ്പോ ഏതാണ്? എഴുതിന്റെ മിസ്റ്റേക്ക് ആണ്. എടാ ഇതാണോ പറഞ്ഞത് പിരിഞ്ഞു പോയെന്ന്? അതല്ല, ഓ ഇത് ഞാൻ എഴുതിയത് പിരിഞ്ഞു പോയതാണല്ലേ. സോറി സോറി. ഓ ഇങ്ങനെ തിരിഞ്ഞു പോയി. ഓക്കെ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഏത് സ്ട്രെയിൻ പറയണ്ട എടാ, ഞാൻ ഓർത്തേ ഫസ്റ്റ് തിരിഞ്ഞു പോയെന്ന് ഓർത്താ പറഞ്ഞത്. ഇത് ഓക്കെ കറക്റ്റാ, ഞാൻ സ്റ്റെപ്പ് എഴുതിയത് മാറിപ്പോയതാ. ഓ പറഞ്ഞത് നന്നായി. അതെ പറഞ്ഞത് നന്നായി, അല്ലെങ്കിൽ തന്നെ എഴുതി വെക്കൂലേ. ഞാനോർത്ത് ഇവിടെ തെറ്റിന്നോർത്താ നോക്കിയത്. കറക്റ്റ്. എടാ സംസാരിക്കാതെ വേഗം എഴുതിക്കടാ. കഴിഞ്ഞ എഴുതിക്കോ എഴുതിക്കോ. ഇല്ല പറഞ്ഞു എഴുതിക്കോ, കുഴപ്പമില്ല. വിമല കഴിയുമ്പോ പറയട്ടെ, മിത്ര കഴിയുമ്പോ പറയണേ. കഴിഞ്ഞ ഞാൻ ഇവിടെ അടുത്ത് നിന്നാ നീ പെട്ടെന്ന് കഴിയും. കഴിഞ്ഞ വിമല കഴിഞ്ഞ ഓക്കെ. അപ്പൊ നമുക്ക് ഇതെന്താ, കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ, ഏരിയ എക്സ്പാൻഷൻ, വോളിയം എക്സ്പാൻഷൻ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന റിലേഷൻ ആണ് പഠിക്കാൻ പോകുന്നത്. റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ എക്സ്പാൻഷൻ ആൻഡ് ഏരിയ എക്സ്പാൻഷൻ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ എക്സ്പാൻഷൻ ആൻഡ് വോളിയം എക്സ്പാൻഷൻ, അതാണ് പഠിക്കാൻ പോകുന്നത്. ഇതും ഡെറിവേഷൻ ആണ്. ഇത് ചോദിക്കാറുണ്ട്, ഈ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കേട്ടോ. മറ്റേത് ഇക്വേഷൻ ആയിട്ട് മാത്രമേ ചോദിക്കുള്ളൂ, വലിയ സ്റ്റെപ്സ് ഒന്നും കാണിച്ചിട്ടില്ല. അതുകൊണ്ട് ഇക്വേഷൻ മാത്രം പഠിച്ചു വെക്കുക. ഡെറിവേഷൻ ആയിട്ട് ചെയ്യാനൊന്നും ഇല്ലല്ലോ, അത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. ഇത് ചോദിക്കും റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ എക്സ്പാൻഷൻ ആൻഡ് ഏരിയ എക്സ്പാൻഷൻ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ കൺസിഡർ ചെയ്യാൻ പോണ ഏരിയയാണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാനൊരു ബോഡി കൺസിഡർ ചെയ്തു, അതിന്റെ ലെങ്ത് എല്ലാണ്. ഓക്കെ, ലെങ്ത് എല്ലാണ്. ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനെന്ത് സംഭവിച്ചു? ചേഞ്ച് ഉണ്ടായി, ഡെൽറ്റ എൽ ഉണ്ടായി എന്നൊക്കെ നമ്മൾ പറഞ്ഞു നേരത്തെ. ഇനി ഈ ഒബ്ജക്റ്റിന്റെ ഏരിയ എന്താ? ടെമ്പറേച്ചർ കൊടുക്കുന്നതിന് മുമ്പുള്ള അതിന്റെ ഏരിയ എന്താ? ഏരിയ എന്ന് പറഞ്ഞാല് എൽ സ്ക്വയർ ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, ഏരിയ റെക്ടാങ്കുലർ ഷേപ്പ് ബോഡിയല്ലേ കൺസിഡർ ചെയ്തേക്കണം, എൽ സ്ക്വയർ ആയിട്ട് എടുത്ത്.
ഇനി ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പൊ ഫസ്റ്റ് ഇത്ര ആലോചിക്കുക. ആദ്യം ഇതായിരുന്നു ഒബ്ജക്ട് എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഇതായിരുന്നു ബോഡി എന്ന് വിചാരിക്കുക. ഈ ബോഡിയുടെ ഏരിയയാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് L² എന്ന് എഴുതി വെച്ചേക്കുന്നത്. ഇനി ഞാൻ ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞപ്പോ ബോഡിക്ക് ചേഞ്ച് ഉണ്ടായി, ചേഞ്ച് ΔL ഉണ്ടായി. അപ്പൊ ഉള്ള ഏരിയ എന്തായിരിക്കും ഇനി? L+, പറഞ്ഞ L+ ΔL ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇനി എത്രത്തോളം ഇൻക്രീസിങ് ഏരിയ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഏരിയ കണ്ടുപിടിക്കുക. ചേഞ്ച് ഇൻ ഏരിയ ഈക്വൽ ടു ΔA. ചേഞ്ച് ഇൻ ഏരിയ, അപ്പൊ ഏരിയക്ക് ഡിഫറൻസ് സംഭവിച്ചിട്ടില്ലേ ഇവിടെ? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷനും ഏരിയ എക്സ്പാൻഷനും തമ്മിലുള്ള റിലേഷൻ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒബ്ജക്റ്റിന്റെ അല്ലെങ്കിൽ ഈ ബോഡിയുടെ നമ്മൾ ഏരിയ കൺസിഡർ ചെയ്യുന്നത്. വോളിയം എക്സ്പാൻഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വോളിയമേ കൺസിഡർ ചെയ്യുള്ളൂ. അപ്പൊ ഇവിടെ ഏരിയയുടെ ലീനിയർ റിലേഷൻസ്, അതുപോലെ തന്നെ എന്താ പറയാ, ലെങ്ത്തിന്റെ തമ്മിലുള്ള റിലേഷൻ ആണ് വേണ്ടത്. അതുകൊണ്ടാണ് ബോഡിയുടെ ഏരിയ കൺസിഡർ ചെയ്തത്. കിട്ടിയ? അപ്പൊ ഫസ്റ്റ് അതിന്റെ ഏരിയ L² ആയിരുന്നു. ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഡിഫറൻസ് ഉണ്ടായി. അപ്പൊ ഏരിയ L+ ΔL ദ ഹോൾ സ്ക്വയർ ആയി. ഓക്കെ, ഇനി എന്താ കണ്ടുപിടിക്കാൻ പോകുന്നത്? ചേഞ്ച് ഇൻ ഏരിയ. എത്രത്തോളം ഏരിയക്ക് ചേഞ്ച് വന്നിട്ടുണ്ടെന്നാ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ ചേഞ്ച് ഇൻ ഏരിയ ΔA ഈക്വൽ ടു L+ ΔL ദ ഹോൾ സ്ക്വയർ മൈനസ് L². ഓക്കെ, ചേഞ്ച് ഇൻ ഏരിയ, അതായത് നമുക്ക് കിട്ടിയിരിക്കുന്ന പുതിയ ഏരിയ മൈനസ് നേരത്തെ ഉണ്ടായിരുന്ന ഏരിയ, അത് ചെയ്യാം. അപ്പൊ എന്ത് വരും? L² + 2L ഇൻറ്റു ΔL പ്ലസ് ΔL² മൈനസ് L². ഓക്കെ, L² ക്യാൻസൽ ചെയ്ത് പിന്നെ ΔL² എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ΔL² ടേം ചെറുതായതുകൊണ്ട് നമുക്ക് അതിനെ എന്ത് ചെയ്യാം? നെഗ്ലക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ΔL² നെഗ്ലക്ട് ചെയ്തു. ബാക്കി എന്താ വന്നേക്കുന്നത്? ΔA ഈക്വൽ ടു 2L ΔL. ഓക്കെ, മനസ്സിലായോ എന്താ ചെയ്തേക്കുന്നത്? ജസ്റ്റ് ഓപ്പൺ ചെയ്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നമ്മൾ ചെയ്തു. L² കട്ട് ചെയ്ത് കളഞ്ഞ് ΔL² നെഗ്ലക്ട് ചെയ്ത് ബാക്കിയുള്ള 2L ΔL എടുത്ത് എഴുതി. ഇനി ചെയ്യാൻ പോകുന്ന നോക്കാം. നമുക്ക് ഏരിയയിലേക്കാണ് എത്തേണ്ടത്. ഓക്കെ, അതുകൊണ്ട് ഞാനിപ്പോ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഇവിടെ L വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകും. അപ്പൊ എങ്ങനെ? ΔA is equal to 2L² ΔL/L. ഓക്കെ, L² ജസ്റ്റ് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും L വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടി? 2 × L² ΔL/L. ഈ L² എന്താ? L² എന്ന് പറയുന്നത് ഏരിയ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ΔA ഈക്വൽ ടു 2A ΔL/L. ഓക്കെ, ഇനി നമുക്ക് ഈ എനെ ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവരും. അപ്പൊ ΔA/A ഈക്വൽ ടു 2 ΔL/L. ഇനി ഇതിനെ ത്രൂ ഔട്ട് നമുക്ക് ΔT കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ΔT കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എങ്ങനെ വന്നു? ΔA/A ΔT ഈക്വൽ ടു 2 ΔL ഡിവൈഡഡ് ബൈ L ΔT. ഇതെന്താന്ന് നോക്കി പറഞ്ഞേ. 1/, ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്തു, അങ്ങനെ എഴുതിയാൽ മതി. ഓരേ. ഓക്കെ, അപ്പൊ ഇനി ഇതിവിടെ എന്താ? ഇതെന്തായി കിട്ടിയേക്കുന്നത്? ഏരിയ എക്സ്പാൻഷൻ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഏരിയ എക്സ്പാൻഷൻ ഈക്വൽ ടു ഇതെന്താ? ലീനിയർ എക്സ്പാൻഷൻ. അപ്പൊ ട്വൈസ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. അപ്പൊ കോഎഫിഷ്യന്റ് ഓഫ് ഏരിയ എക്സ്പാൻഷൻ ഇസ് ദ ട്വൈസ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. ഇതാണ് ഡിറൈവ് ചെയ്യേണ്ടത്. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം, പറഞ്ഞു തന്നിട്ട് എഴുതിയാൽ മതി. ഇപ്പൊ തന്നെ ഒന്നെങ്കിലും എഴുതി കാണിക്കേണ്ടി വരും, അല്ലെങ്കിൽ തന്നെ ഇത് പഠിച്ചിട്ട് എഴുതോ? ബുക്കിലേക്ക് പഠിച്ചിട്ട് എഴുതണല്ലേ നല്ലത്. അല്ലെങ്കിൽ അതെ, പഠിച്ചിട്ട് എഴുതണായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഞാനിപ്പോ പിന്നെ അത് എഴുതിക്കോ. അതുകൊണ്ട് ശ്രദ്ധിച്ചിരുന്നോ? ഒന്നുകൂടെ പറയാൻ വേണേ നോക്കിക്കോ. അപ്പൊ നമുക്ക് ഈ 3 ഇക്വേഷൻ ഓക്കെ ആയാലും ഇത് എങ്ങനെ കിട്ടിയെന്ന് അത് പഠിച്ചിട്ടുണ്ടല്ലോ. α/L എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞേ? അതല്ല, എന്തെന്നാ ഇതിനെ പറയണേ? എന്താ? കോഎഫിഷ്യന്റ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. ഓക്കെ, എ എന്താണ് വിസ്മയ? ബി എന്താ? വോളിയം. ഓക്കെ, ഇക്വേഷൻ പഠിച്ചു വെക്കാം. α/L എന്ന് പറയുന്നത് ΔL/L ΔT. എയുടെ ഇക്വേഷൻ പഠിക്കാം. വേഗം ഒന്ന് നോക്കി പഠിച്ച ഇക്വേഷൻ 3 ഇല്ലെന്നാ പഠിച്ചിട്ട് പോയാൽ മതി. പഠിക്കണ വേഗം പഠിക്കും. 3 ഇക്വേഷൻ നോക്കി പഠിച്ച് ഓക്കെ അല്ലേ? ΔL/L ΔT, ΔA/A ΔT, ΔV/V ΔT. ഇക്വേഷൻ സെറ്റ് അല്ലേ? ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? റിലേഷൻ ബിറ്റ്വീൻ α/L ആൻഡ് α/A. കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷനും ഏരിയ എക്സ്പാൻഷനും തമ്മിലുള്ള റിലേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഏരിയ എക്സ്പാൻഷനുമായിട്ടുള്ള റിലേഷൻ ആയതുകൊണ്ടാണ് നമ്മൾ ഒരു ബോഡിയുടെ ഏരിയ കൺസിഡർ ചെയ്യുന്നത്. ഇനി ലീനിയർ എക്സ്പാൻഷനും വോളിയം എക്സ്പാൻഷനും തമ്മിലുള്ള റിലേഷൻ ആണെങ്കിൽ നമ്മൾ ആ ബോഡിയുടെ എന്തായിരിക്കും കൺസിഡർ ചെയ്യാൻ പോകുന്നത്? വോളിയം ആയിരിക്കും കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്തേക്കണേ?
ലീനിയറും ഏരിയയും തമ്മിലുള്ളതായതുകൊണ്ട് ഏരിയ കൺസിഡർ ചെയ്ത്. അപ്പൊ ആ ഒബ്ജക്റ്റിന്റെ അല്ലെങ്കിൽ ആ ബോഡിയുടെ ഏരിയ എന്ന് പറയുന്നത് ആദ്യം തന്നെ ഞാൻ റെക്ടാംഗുലർ ബോഡി കൺസിഡർ ചെയ്തു. ആ റെക്ടാംഗുലർ ബോഡിയുടെ ഏരിയ എന്താ? എൽ സ്ക്വയർ. ഓക്കെ, എൽ സ്ക്വയർ, എൽ ഇൻറ്റു എൽ, എൽ സ്ക്വയർ. പിന്നെ ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ചേഞ്ച് വന്നു. അപ്പൊ ഏരിയ എന്താ? എൽ പ്ലസ് ഡെൽറ്റ എൽ ദ ഹോൾ സ്ക്വയർ. ഇവിടെ എല്ലിന് പകരം ഇവിടെ എന്ത് വന്ന്? എൽ പ്ലസ് ഡെൽറ്റ എൽ വന്ന്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ചേഞ്ച് ഇൻ ഏരിയ. ഏരിയ എത്രത്തോളം ചേഞ്ച് സംഭവിച്ചതാ നോക്കാം. അപ്പൊ ചേഞ്ച് ഇൻ ഏരിയ ഈക്വൽ ടു ഡെൽറ്റ എ, ഏരിയയിൽ വന്നിരിക്കുന്ന ചേഞ്ച്. അപ്പൊ എത്രത്തോളമാണ് ചേഞ്ച് വന്നതെന്ന് നോക്കാൻ വേണ്ടി ഇപ്പൊ ഉണ്ടായിരിക്കുന്ന ചേഞ്ച് മൈനസ് ഒറിജിനൽ ഏരിയ, ചേഞ്ച് ഇൻ ഏരിയ മൈനസ് ഒറിജിനൽ ഏരിയ. അപ്പൊ എൽ പ്ലസ് ഡെൽറ്റ എൽ ദ ഹോൾ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എൽ സ്ക്വയർ പ്ലസ് 2l ഡെൽറ്റ എൽ പ്ലസ് ഡെൽറ്റ എൽ ദ ഹോൾ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ. എൽ സ്ക്വയർ എൽ സ്ക്വയർ ക്യാൻസൽ ചെയ്യുക. ഡെൽറ്റ ഹോൾ സ്ക്വയറിനെ എന്ത് ചെയ്യുക? നെഗ്ലക്ട് ചെയ്യുക. ഡെൽറ്റ എൽ എന്നാ ചെറുതാ, അപ്പൊ അതിനെ സ്ക്വയർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താവും? ചെറിയ ക്വാണ്ടിറ്റി തന്നെ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? അതിനെ നെഗ്ലക്ട് ചെയ്യുക. നെഗ്ലക്ട് ചെയ്തിട്ട് ബാക്കിയുള്ള എന്താ? ഡെൽറ്റ എ ഈക്വൽ ടു, ഈ സ്റ്റെപ്പ് വേണമെങ്കിൽ ഓർമ്മ എഴുതി വെച്ചോ, ഡെൽറ്റ എ ഈക്വൽ ടു 2l ഡെൽറ്റ എൽ. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്തത്? എല്ല് വെച്ച് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്ത് ആ ഒരു സൈഡ് മാത്രം മൾട്ടിപ്ലൈ ചെയ്ത്. അത് എന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ റിലേഷനിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കണം. അതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ എല്ല് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് കിട്ടി? 2l സ്ക്വയർ ഡെൽറ്റ എൽ ബൈ എൽ. എൽ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? ഏരിയ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആ എനെ ഇപ്പുറത്തേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ഡെൽറ്റ എ ബൈ എ ഈക്വൽ ടു ബാക്കിയുള്ളത് 2 ഡെൽറ്റ എൽ ബൈ എൽ. ഓക്കെ, പിന്നെ എന്താ ചെയ്യാ? ഡെൽറ്റ ടി കൊണ്ട് രണ്ടിന്റെയും ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക. ഡെൽറ്റ. ഈ സ്റ്റെപ്പ് മാത്രം ഇവിടെ വരെ നമ്മൾ എത്തും ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ആലോചിച്ച് വെക്കേണ്ടത് എന്താ? ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എല്ല് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അതൊന്ന് ആലോചിച്ച് വെക്കുക. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സ്റ്റക്ക് ആവണത് ഇവിടെ ആയിരിക്കും. ഇവിടെ ഒന്ന് സ്റ്റക്ക് ആവും, അവിടെ വരെ കിട്ടും. അപ്പൊ അവിടെ ആലോചിക്കുക, ആ സ്റ്റെപ്പ് ഒന്ന് ആലോചിച്ച് വെക്കുക. പിന്നെ അടുത്ത സ്റ്റെപ്പ് ഇവിടെ ആയിരിക്കും അടുത്ത സ്റ്റക്ക് ആവണത്. ഇവിടെ എന്ത് ചെയ്യാൻ? ഇവിടെ സ്റ്റക്ക് ആവും. എ ഇപ്പുറത്തേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി 2 ഡെൽറ്റ എൽ ബൈ എൽ. അപ്പൊ എന്ത് ചെയ്യാം? ഡിനോമിനേറ്റർ രണ്ടും ഡെൽറ്റ ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പൊ എന്ത് കിട്ടി? കോഎഫിഷ്യന്റ് ഓഫ് ഏരിയ എക്സ്പാൻഷൻ ഇസ് ട്വൈസ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. വേഗം ചെയ്തു. ബോർഡ് നോക്കാതെ ചെയ്യണം എന്ന് ഞാൻ പറയുള്ളൂ. ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോ. ചെയ്യടാ, ചെയ്. ഡിനോമിനേറ്റർ വേണ്ട, ഒരു സൈഡ് മാത്രം. അതിന് ഏരിയ എന്ന് പറഞ്ഞ കൺസെപ്റ്റിലേക്ക് എത്തിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നത്. ഏതിന്റെ ഡിനോമിനേറ്റർ? ഇവിടത്തെ അല്ലേ? അത് വേണ്ട, ഒരു സൈഡ് മാത്രം മതി. അടുത്തത് വോളിയം കൂടെ ചെയ്യാനുണ്ട്. ഇതൊന്ന് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ വോളിയം നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല. നോക്കാതെ എഴുതണം, ഞാൻ പറഞ്ഞുതരാം. എനിക്ക് തെറ്റണേ അവിടെ. നോക്കാതെ എഴുതി. അത് നോക്കണ്ട, നീ ഇവിടെ നോക്കിക്കോ, ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ചേഞ്ചിൻ ഏരിയ എടുക്കിനി. എൽ പ്ലസ് ഡെൽറ്റ എൽ. ഇത് ഡെൽറ്റ എഴുതി. ഡെൽറ്റ എ ഈക്വൽ ടു, അതൊക്കെ എഴുതി വെക്കണേ, അതൊന്നും വേണ്ട. ചേഞ്ച് എടുക്കും. ഇവിടെ സംഭവിച്ചേക്കുന്ന ചേഞ്ച് ഡെൽറ്റ എൽ ദ ഹോൾ സ്ക്വയർ മൈനസ് ഇവിടുത്തെ ഏരിയയുടെ ഇക്വേഷൻ എന്താ? എൽ പ്ലസ് ഡെൽറ്റ. അതായത് ഫസ്റ്റ് ഈ ബോഡിയുടെ ലെങ്ത് എല്ലായിരുന്നു. അപ്പൊ അതിന്റെ ഏരിയ എന്താ? എൽ സ്ക്വയർ. പിന്നെ ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞപ്പോ ലെങ്ത് കൂടി. അപ്പൊ ഏരിയ എന്താ? എൽ പ്ലസ് ഡെൽറ്റ എൽ ആയി. അപ്പൊ ചേഞ്ച് കണ്ടുപിടിക്കുമ്പോ എന്താ ചെയ്യാ? ഇത് മൈനസ് ഇത്. അപ്പൊ ഇനി ഇതേതാ? എൽ സ്ക്വയർ എഴുതി. ഇനി ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് അതൊന്നും എഴുതി വെക്കണ്ട, നീ ഡയറക്റ്റ് ഓപ്പൺ ചെയ്തോ. ഞാൻ ജസ്റ്റ് പറഞ്ഞതാ. എ സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഫോമിലല്ലേ ഇത് കിടക്കണത്. അപ്പൊ എ സ്ക്വയർ പ്ലസ് 2a 2l ഡെൽറ്റ എൽ പ്ലസ് ഡെൽറ്റ എൽ ദ ഹോൾ സ്ക്വയർ മൈനസ് ബാക്കി ഇവിടെ എന്താ ഉള്ളത്? എൽ സ്ക്വയർ. ഇനി ആ എൽ സ്ക്വയർ കട്ട് ചെയ്ത് കളഞ്ഞേ. പിന്നെ ഈ ഡെൽറ്റ എൽ സ്ക്വയർ ചെറുതായതുകൊണ്ട് അത് എന്ത് ചെയ്യുക? അതിനെ നെഗ്ലക്ട് ചെയ്യുക. റൗണ്ട് ചെയ്തിട്ട് നെഗ്ലക്റ്റഡ് എന്ന് എഴുതി വെക്ക്. നെഗ്ലക്റ്റഡ് എന്ന് എഴുതി. ഓക്കെ, ഇനി
ഡെൽറ്റ എ ഈക്വൽ ടു എന്ത് കിട്ടി 2l. എഴുത് കറക്റ്റാ എഴുത്. ബാക്കിയുടെ എന്താ ഉള്ളത്? ഡെൽറ്റ എൽ എഴുത്. ഇനി എന്ത് ചെയ്യാ? ബൈ ഒന്നുമില്ല. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ബൈ വരാൻ വേണ്ടി എന്ത് ചെയ്യാ? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എന്ത് ചെയ്യാ? എൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാ. മൾട്ടിപ്ലൈ രണ്ട് ഇൻറ്റു എല്ലും ഡിനോമിനേറ്ററും കൊടുക്ക്. അപ്പൊ എന്ത് കിട്ടി? ഡെൽറ്റ എ ഈക്വൽ ടു, അടുത്ത സ്റ്റെപ്പ് എടുത്ത് ഡെൽറ്റ എ ഈക്വൽ ടു 2 ഇൻറ്റു എൽ, 2 എൽ വന്നിട്ടുണ്ട്. അപ്പൊ എന്തായി? എൽ ഇൻറ്റു എൽ, എൽ സ്ക്വയർ. എഴുത് എൽ സ്ക്വയർ ഇൻറ്റു ബാക്കി ഇവിടെ എന്താ ഉള്ള ന്യൂമറേറ്റർ? ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ താഴെ എന്താ ഉള്ളത്? എൽ. എഴുത്. ഇനി എൽ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? ഏരിയ. അപ്പൊ എൽ സ്ക്വയറിന് പകരം അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ഏരിയ എ എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ഡെൽറ്റ എ ഈക്വൽ ടു, അത് ആ സ്റ്റെപ്പ് അങ്ങനെ തന്നെ എഴുതിക്കോ നീ. എന്നിട്ട് ഇനി എൽ സ്ക്വയറിന്റെ പ്ലേസിൽ എന്ത് കൊടുത്താൽ മതി? ഏരിയ എ കൊടുത്താൽ മതി. 2 ഇൻറ്റു ബാക്കിയെല്ലാം എഴുതി ഇൻറ്റു ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എൽ. ഇനി ഈ എനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നേ. ആ എനെ അതിന്റെ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് ബാക്കിയുള്ളതിനടുത്ത് എഴുതിക്കേ ഡെൽറ്റ എ ബൈ ഡിവൈഡഡ് ബൈ എൽ. ഇനി എ അവിടെ പോയി അവിടെ കൊണ്ടുപോവാ, അപ്പുറത്ത് കൊണ്ടുപോവാ. ബൈ ആയി. ഇനി ഓക്കെ. ഇനി ത്രൂ ഔട്ട് രണ്ടിന്റെ ഡിനോമിനേറ്ററിനെ ഡെൽറ്റ ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേ. രണ്ട് ഡിനോമിനേറ്ററിനെയും ഇവിടത്തെ ഡിനോമിനേറ്ററിനെയും ഡെൽറ്റ ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അടുത്ത സ്റ്റെപ്പ് എൽ ഇൻറ്റു ഡെൽറ്റ ടി. അപ്പുറത്ത് എന്തായി? ഇവിടെ എൽ ഇൻറ്റു ഡെൽറ്റ ടി എഴുത്. ഇനി ഇവിടെ ഡെൽറ്റ എ ബൈ ഓൾറെഡി ഒരു എ ഉണ്ടാവുള്ളൂ, അത് എഴുത്. ഇനി എ ഇൻറ്റു പിന്നെ എന്തായി? ഡെൽറ്റ ടി. ഓക്കെ. ഇനി എഴുതിക്കുക, റിലേഷൻ എഴുതിക്കുക. ഇതെന്താ? ഫസ്റ്റ് ഇക്വേഷൻ നോക്കിക്കുക, ബോർഡിൽ എഴുതിയിട്ടാണ്. ആൽഫയുടെ ഇക്വേഷൻ അല്ലേ അത്? അപ്പൊ എന്തായത്? ആൽഫ എ ഈക്വൽ ടു 2 ഇൻറ്റു നോക്ക്, ഇക്വേഷൻ നോക്ക്. ഇതെന്താടാ കൊടുത്തേക്കണത്? ഡെൽറ്റ എൽ ബൈ എൽ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ എന്താ? ഇതെന്താ? ആൽഫ എൽ. അപ്പൊ അത് എഴുതും. കഴിഞ്ഞ ഒരു വോളിയം ഒന്ന് ചെയ്യാൻ പറ്റുമോ നോക്കിയേ. അതായത് സെയിം തന്നെ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷനും വോളിയം എക്സ്പാൻഷനും തമ്മിലുള്ള ഡെറിവേഷൻ. അപ്പൊ ഇവിടെ വേറെ വ്യത്യാസമൊന്നും ഇല്ല, ഞാൻ പറയാതെ ശ്രദ്ധിച്ചോ. ലീനിയർ എക്സ്പാൻഷനും വോളിയം എക്സ്പാൻഷനും തമ്മിലുള്ള ഡെറിവേഷൻ അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്താ ചെയ്യാ? ഇതേപോലെ തന്നെ ഒരു ഒബ്ജക്റ്റ് കൺസിഡർ ചെയ്യുക. അതിന്റെ ലെങ്ത് എല്ലാണ്. വോളിയം കൺസിഡർ ചെയ്യുക. ഇവിടെ ഏരിയ കൺസിഡർ ചെയ്തിരിക്കുന്ന പ്ലേസിലെല്ലാം എന്ത് കൺസിഡർ ചെയ്യുക? വോളിയം കൺസിഡർ ചെയ്യുക. അപ്പൊ വോളിയം ഓഫ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അതിന്റെ വോളിയം എന്തായിരിക്കും? എൽ ക്യൂബ്. ഓക്കെ, എൽ ക്യൂബ് ആയി. അപ്പൊ ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞപ്പോ വോളിയം എന്താവും? എൽ പ്ലസ് ഡെൽറ്റ എൽ ദ ഹോൾ ക്യൂബ് ആവും. ചേഞ്ച് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? എൽ പ്ലസ് ഡെൽറ്റ എൽ ദ ഹോൾ ക്യൂബ് മൈനസ് എൽ ക്യൂബ് ചെയ്യുക. ജസ്റ്റ് സെയിം സ്റ്റെപ്പ് തന്നെ കൊടുത്തു പോയാൽ മതി. വേഗം ചെയ്തു. ചെയ്യൂലേ? relationship between linear expansion and volume expansion. ഏരിയക്ക് വരെ വോളിയം കൺസിഡർ ചെയ്യാത്രേ ഉള്ളൂ. ഒരു പേജും കൂടി ഉണ്ടാവുള്ളൂ. അത് ടൈം ഉള്ളത് പോലെ. ഇനി എന്താ ഒരു പേജ് തരാനാണോ എഴുതാൻ? ബുക്ക് പേപ്പർ വേണോ? പേപ്പർ തരാം, ഞാൻ എടുത്തരാം. എഴുതിക്കോട്ടാ. വോളിയം എഴുതു, വേഗം എഴുത്. ഫാസ്റ്റ് ആക്കാം, തരാം. എടുത്തു തരാം.
അടുത്ത ക്ലാസ്സിൽ തരാം കേട്ടോ, ഏതൊക്കെ ഇല്ലാത്തെന്ന് പറയാം. ഇവിടെ തൊട്ട് എവിടെ വരെയോ ഞാൻ തന്നിട്ടുണ്ട്. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആണ്, അവിടെ വരെയല്ലേ തന്നിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് തരാം. അപ്പൊ എല്ലാരും ഉള്ളപ്പോ തരാം. അടുത്ത ക്ലാസ്സിൽ ഒന്ന് ഓർപ്പിച്ചാൽ മതി, ഞാൻ എടുത്ത് വെച്ചോളാം. പിന്നെ നല്ലത് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്ത് ചെയ്യാ, അല്ല വേണ്ട, നിങ്ങൾ എഴുതിക്കേണ്ട ഞാൻ ചെയ്യാം. അപ്പൊ എവിടെ ആർക്കെങ്കിലും കിട്ടിയാൽ നോക്കാമല്ലോ. ഹോൾ ക്യൂബ് ആവും, വോളിയം അല്ലേ, വോളിയം ക്യൂബ് ആവും. ഡെൽറ്റ എൽ സ്ക്വയർ വരുന്ന ടേം നമുക്ക് നെഗ്ലക്ട് ചെയ്യാട്ടോ. അതിപ്പോ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് വരുമ്പോഴത്തേക്കും ഇപ്പൊ 2 ഇൻറ്റു അല്ലെങ്കിൽ എന്താ പറയാ 2 ഇൻറ്റു ഡെൽറ്റ എൽ ഇൻറ്റു എൽ സ്ക്വയർ അല്ലെങ്കിൽ 2 ഇൻറ്റു ഡെൽറ്റ എൽ സ്ക്വയർ ഇൻറ്റു എൽ അങ്ങനത്തെ ടേം വരുമെങ്കിൽ ഡെൽറ്റ എൽ സ്ക്വയർ വന്നേക്കുന്ന ടേം എല്ലാം നെഗ്ലക്ട് ചെയ്യാം. ഡെൽറ്റ എല്ലാം എടുത്താൽ മതി. ഡെൽറ്റ എൽ സ്ക്വയർ നെഗ്ലക്ട് ചെയ്യാം. ക്യൂബ് എടുക്കണം. നീ എഴുതി കഴിഞ്ഞാടാ, നീ എടുത്ത് അപ്പൊ പഠിച്ചില്ലേ, അത് പഠിച്ചില്ലേ. അപ്പൊ ഇത് ലെങ്ത് എല്ലാണ്. അപ്പൊ വോളിയം എന്തായി, സ്റ്റാർട്ടിങ്ങിലുള്ള വോളിയം എന്ന് പറയുമ്പോൾ എൽ ക്യൂബ്. പിന്നെ ടെമ്പറേച്ചർ ഡെൽറ്റ ടി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അതിനെന്ത് സംഭവിച്ച്, ലെങ്ത് ഇൻക്രീസ് ചെയ്ത് ഡെൽറ്റ എൽ ആയി. അപ്പൊ വോളിയം ബിക്കും എൽ പ്ലസ് ഡെൽറ്റ എൽ ദ ഹോൾ ക്യൂബ്. ചേഞ്ച് ഇൻ വോളിയം L plus delta L the whole cube minus L cube. Open ചെയ്യാ. A plus B the whole cube equal to A cube plus B cube plus 3A square B plus 3B square A. L cube ക്യാൻസൽ ചെയ്യുക. ഡെൽറ്റ എൽ ക്യൂബ് നെഗ്ലക്ട് ചെയ്യുക. പിന്നെ ഡെൽറ്റ എൽ സ്ക്വയർ വന്നേക്കുന്ന ടേം നെഗ്ലക്ട് ചെയ്യുക. ഡെൽറ്റ എൽ സ്ക്വയർ അതുപോലെ തന്നെ എൽ ക്യൂബ് നെഗ്ലക്ട് ആക്കുക. അത് പറ്റില്ല, എടാ പറ്റില്ല. ഡെൽറ്റ എൽ സ്ക്വയർ ഡെൽറ്റ എൽ ക്യൂബ് നിനക്ക് ഈ നെഗ്ലക്ട് ചെയ്യണത് ഭയങ്കര സംശയമാണെന്ന് ചോദിച്ചായിരുന്നല്ലോ. ഡെൽറ്റ വി ഈക്വൽ ടു 3L അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്നത്? എന്ത് ചെയ്യാ, എൽ വെച്ച് എന്ത് ചെയ്യാ, മൾട്ടിപ്ലൈ ചെയ്യാ. എൽ സ്ക്വയറിന്റെ ഏരിയ അല്ലേ ആവുള്ളൂ, വോളിയം ആവണ്ടേ. എൽ ക്യൂബ് ഡെൽറ്റ വി ഈക്വൽ ടു 3V ഡെൽറ്റ എൽ ബൈ എൽ. ഇനി എന്ത് ചെയ്യാ, ത്രൂഔട്ട് മൾട്ടിപ്ലൈ ചെയ്യാ.
കഴിഞ്ഞാൽ ടൈം ഉണ്ട്. ആ കുഴപ്പമില്ല. ഇത് എഴുതാട്ടോ നമുക്കത്. ഇത് എഴുതി കാണിക്കണം കേട്ടാ. ഒരു ടോപ്പിക് കൂടെ പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. പറയാതെയോ ടൈം ഉണ്ട്. ഇതാ ഈ ഡെറിവേഷനാ. അല്ല അടുത്ത ടോപ്പിക്ക് ഞാൻ പറഞ്ഞോളാം, കേട്ടിരുന്നാ മതി. വേണം നോട്ട് വേണമെങ്കിൽ കുഴപ്പമില്ല, ചെറുതായിട്ട് അതിന്റെ അടുത്ത ക്ലാസ്സിൽ വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് തരാം. കേട്ടിരിക്കാം. ഏത് ഇല്ല നോട്ട് മാത്രമല്ല, ഞാൻ ചെറിയ പോയിന്റ് ആയിട്ട് തരാം, കുഴപ്പമില്ല. ഓക്കെ, അടുത്ത ഹെഡിങ് കൊടുത്ത അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ. സിമ്പിൾ അല്ല, എഴുതിക്കും, കുഴപ്പമില്ല. സിമ്പിൾ ആയിട്ട് എഴുതിക്കും. അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ. അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ എഴുതിക്കോളാം ഞാൻ. ഇത് എഴുതി കഴിഞ്ഞില്ല? നീ വേദാന്ത എഴുതി കഴിഞ്ഞായിരുന്ന? എഴുതിയാ നീ? എടാ അതല്ലടാ, ഞാൻ വോളിയത്തിന്റെ രണ്ടാമത് ജയിപ്പിച്ചത് എഴുതിയില്ലേ? പിന്നെ അവന് നീ നോക്കി എഴുതാൻ കൊടുത്താ ബുക്ക്? വേഗം എഴുതടാ. അവൻ നിന്നെ നോക്കി എഴുതിയതല്ല. എടാ അവൻ നിന്നെ നോക്കി എഴുതിയതല്ല, അത് അവൻ സ്റ്റെപ്പ് കിട്ടാൻ വേണ്ടിട്ട് സൈഡിൽ വെച്ചതാ. ഞാൻ കഷ്ടപ്പെട്ട് പറഞ്ഞു തന്ന അടുത്ത ഡെറിവേഷൻ സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടി. അപ്പൊ അവൻ ഓക്കെ, അടുത്ത അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ ആണ് പഠിക്കാൻ പോകുന്നത്. അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ എന്ന് പറയുമ്പോൾ ഇതിന്റെ ഒരു എക്സാമ്പിൾ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ, സാധാരണ ഞാനിപ്പോ ഒരു ഗ്ലാസ് എടുത്തെന്ന് വിചാരിക്കുക. ആ ഗ്ലാസ്സിലേക്ക് ഗ്ലാസ് അല്ല, ഇപ്പൊ എന്തെങ്കിലും സോളിഡ് നമ്മൾ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? താഴേക്ക് പോവും അല്ലേ? അലക്കൂലേ? അലക്കോ? ഡിസോൾവ് ആയി പോകൂലേന്ന്? അങ്ങനെയല്ലടാ, ആ ഒരു ഡിസോൾവ് ആയി പോകുന്ന സംഭവം അല്ലാതെ ജനറലി നമ്മള് വെള്ളത്തിലേക്ക് ജനറലി ഒരു വെള്ളത്തിൽ ഓക്കെ, അപ്പൊ ജനറലി നമ്മളിപ്പോ ഒരു വെള്ളത്തിലേക്ക്, ഇപ്പൊ ഞാൻ ഈ ഇതില് വെള്ളത്തിലേക്ക് ഞാനിപ്പോ എന്തെങ്കിലും സോളിഡ് ആയിട്ടുള്ള എന്തെങ്കിലും സബ്സ്റ്റൻസ്, ഇപ്പൊ റബ്ബറോ എന്തെങ്കിലും ഞാൻ ഇട്ട് കൊടുക്കുമെന്ന് വിചാരിക്കാം. ഇത് ഫില്ലായിട്ടിരിക്കണെന്ന് വിചാരിക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് വെച്ചായിട്ട് എക്സാമ്പിൾ പറഞ്ഞു സർഫസ് ടെൻഷൻ കാണിച്ചില്ലായിരുന്നു. ഓക്കെ, അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചായിരുന്നു. അതെ, അപ്പൊ ഇതിലിപ്പോ വെള്ളം ഫില്ലാണെന്ന് വിചാരിക്കുക. ഇതിലേക്ക് ഞാനിപ്പോ എന്തെങ്കിലും സോളിഡ് സബ്സ്റ്റൻസ്, ഇപ്പൊ റബ്ബർ ആവാം, എന്ത് വേണമെങ്കിലും ആവട്ടെ, ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? പൊങ്ങിക്കിടക്കോ? അയ്യോ, റബ്ബർ സോളിഡ് ആയിട്ടുള്ള എന്തിട്ടാലും എന്ത് സംഭവിക്കും? അത് താഴേക്ക് പോകും. പക്ഷേ ഐസ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഐസ് സോളിഡ് അല്ലേ? പക്ഷെ നമ്മൾ ഐസ് എന്തുകൊണ്ടാണ് പൊങ്ങിക്കിടക്കണത്? എന്തുണ്ട്? അത് ബ്ലേഡിന്റെ കേസ് ഞാൻ പറഞ്ഞത്. അത് എന്തുകൊണ്ടാണ്? നല്ല വെയിറ്റ് ഉള്ള ബോഡി, നല്ല വെയിറ്റ് ഉള്ള ബോഡി, ഇപ്പൊ ചെറിയ വെയിറ്റ് ഉള്ള ബോഡി ആണെങ്കിൽ അത് പൊങ്ങിക്കിടക്കും, ഫ്ലോട്ട് ചെയ്ത് കിടക്കും. ഓക്കെ, അതിന്റെ സൈസ് വെച്ച് നമുക്ക് ഫ്ലോട്ട് ചെയ്ത് കിടക്കും എന്ന് പറയാം. പക്ഷെ നല്ല വെയിറ്റ് ഉള്ള സംഭവം, ഇപ്പൊ ഐസ് എത്ര വലിയ ഐസ് ആണെങ്കിലും അത് എന്ത് ചെയ്ത് കിടക്കും? പൊങ്ങിയല്ലേ കിടക്കുന്ന. ഐസ് ക്യൂബ് ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് ഐസ് ക്യൂബ് ഇട്ട് നോക്ക്. ഐസ് ക്യൂബിന്റെ സെയിം, ഓക്കെ കമ്പയർ ചെയ്ത് പറയാം, ഐസ് ക്യൂബിന്റെ സെയിം സൈസ് ഉള്ള അല്ലെങ്കിൽ വെയിറ്റ് ഉള്ള എന്തെങ്കിലും സംഭവം എടുത്ത് ഇട്ട് നോക്കുക. അത് എന്ത് ചെയ്യും? താഴേക്ക് പോകും. പക്ഷെ ഐസ് എന്ത് ചെയ്ത് കിടക്കും? വെള്ളം കുടിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ല, ഐസ് എന്തായിരിക്കും? പൊങ്ങിക്കിടക്കും. അതിന് റീസൺ എന്താ? അതാണ് നമ്മൾ പറയാൻ പോകുന്ന അനോമലസ് ബിഹേവിയറിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് നമ്മൾ അത് പറയുന്നത്. അനോമലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ടറിന്റെ അൺയൂഷ്വൽ ബിഹേവിയർ. അനോമലസ് ബിഹേവിയർ ഓഫ് ലിക്വിഡ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, എല്ലാ ലിക്വിഡിന്റെയും കേസല്ല. ഇത് വാട്ടറിന് മാത്രമുള്ള ബിഹേവിയർ ആണ് അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ, അല്ലെങ്കിൽ അൺയൂഷ്വൽ പ്രോപ്പർട്ടി ഓർ അൺയൂഷ്വൽ ബിഹേവിയർ ഓഫ് വാട്ടർ. വാട്ടറിന്റെ അൺയൂഷ്വൽ പ്രോപ്പർട്ടി ഓർ ബിഹേവിയർ, അതിന് നമ്മൾ പറയുന്ന പേരാണ് അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ എന്ന് പറയാം. അതായത് ഇപ്പൊ നമ്മളിപ്പോ പഠിച്ച കേസ് അനുസരിച്ച്, തെർമൽ എക്സ്പാൻഷന്റെ കേസ് അനുസരിച്ച് ടെമ്പറേച്ചർ കൂടുമ്പോ എന്താ സംഭവിക്കുക? വോളിയം എന്ത് സംഭവിക്കും?
ടെമ്പറേച്ചർ കൂടുമ്പോൾ ഒരു ബോഡിയുടെ വോളിയം എന്ത് ചെയ്യുമെന്നാ നമ്മൾ പറഞ്ഞത്, എക്സ്പാൻഡ് ചെയ്യും, വോളിയം എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യുമെന്നാണ് നമ്മൾ പഠിച്ചത് അല്ലെ. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ വോളിയം ഇൻക്രീസ് ചെയ്യും. ഓക്കെ അല്ലേ? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ വോളിയം എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഇനി ഡെൻസിറ്റിനായിട്ട് റിലേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ ഡെൻസിറ്റി റോ ഈക്വൽ ടു മാസ് ബൈ വോളിയം. ഓക്കെ, അപ്പൊ വോളിയം ഇൻക്രീസ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം ഇൻക്രീസ് ചെയ്യും. അപ്പൊ വോളിയം ഇൻക്രീസ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ബോഡിയുടെ ഡെൻസിറ്റി എന്ത് ചെയ്യും, കുറയും. അപ്പൊ നമ്മൾ പറഞ്ഞ തെർമൽ എക്സ്പാൻഷന്റെ കേസിൽ അപ്പൊ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു, വോളിയം ഇൻക്രീസ് ചെയ്യുന്നു. വോളിയം എന്ന് പറയുന്നത് വോളിയം ഡെൻസിറ്റിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. സോ വോളിയം ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ വോളിയം ഇൻക്രീസിങ്, വോളിയം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെൻസിറ്റിക്ക് എന്ത് സംഭവിക്കും, കുറയും, ഡെൻസിറ്റി കുറയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡയറക്ട്ലി റിലേറ്റ് ചെയ്ത് പറയുമ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെൻസിറ്റി എന്താ സംഭവിക്കുക, കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഓൾമോസ്റ്റ് എല്ലാ ലിക്വിഡിന്റെ കേസിൽ സംഭവിക്കുക. ഇപ്പൊ ലിക്വിഡ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ വാട്ടറിന്റെ അനോമലസ് ബിഹേവിയർ ആണ് പറയുന്നത്. പക്ഷെ ബാക്കി വേറെ എന്ത് ടൈപ്പ് ഓഫ് ലിക്വിഡ് എടുത്താലും ഇത് തന്നെയാ സംഭവിക്കുക. ടെമ്പറേച്ചർ കൊടുക്കുന്നു, ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ എക്സ്പാൻഷൻ സംഭവിക്കുന്നു. ദാറ്റ് മീൻസ് വോളിയം ഇൻക്രീസ് ചെയ്യുന്നു. വോളിയം ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെൻസിറ്റി എന്ത് ചെയ്യും, കുറയും. ഇതാ റിലേഷൻ വെച്ചാൽ ഇത്ര ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു, വോളിയം ഇൻക്രീസ് ചെയ്യുന്നു. വോളിയം അതുപോലെ തന്നെ ഡെൻസിറ്റി തമ്മിലുള്ള റിലേഷൻ ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ബൈ വോളിയം. അപ്പൊ വോളിയം ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ ഡെൻസിറ്റിക്ക് എന്ത് സംഭവിക്കും, കുറയും. അപ്പൊ ടെമ്പറേച്ചർ, അപ്പൊ രണ്ടും കൂടി റിലേറ്റ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെൻസിറ്റി കുറയും. ഇത് എല്ലാ ലിക്വിഡിന്റെ കേസിൽ. പക്ഷേ വാട്ടറിന്റെ കേസിൽ ഇതെല്ലാം സംഭവിക്കില്ല. വാട്ടറിന്റെ കേസ് എന്ന് പറയുമ്പോൾ മാക്സിമം എന്താ പറയാ, മാക്സിമം ഡെൻസിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 4 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വർക്ക് ആവത്തില്ല. ഓക്കെ, അതായത് ഇതിപ്പോ ഇതാണ് ജനറൽ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ കൺസെപ്റ്റ് എന്ന് പറയാം. ഇതാണ് എല്ലാ ലിക്വിഡിന്റെ കേസിൽ സംഭവിക്കുന്നത്. പക്ഷെ വാട്ടറിന്റെ കേസിൽ എന്താ സംഭവിക്കുക, ഒരു 4 ഡിഗ്രി സെൽഷ്യസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വർക്ക് ആവത്തില്ല. അതായത് ഇപ്പൊ നമ്മൾ ടെമ്പറേച്ചറും ഡെൻസിറ്റിയും തമ്മിലുള്ള ഗ്രാഫ് വരക്കാന്ന് വിചാരിക്കുക. ടെക്സ്റ്റിൽ ആ ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്, നോക്കിയാൽ മതി. ടെമ്പറേച്ചറും ഡെൻസിറ്റിയും തമ്മിലുള്ള ഗ്രാഫ് നമ്മൾ വരച്ചു പോവാന്ന് പറയുമ്പോൾ കണക്ഷൻ അനുസരിച്ചിട്ട് എന്താ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഡെൻസിറ്റി എന്ത് ചെയ്തു പോകുന്നു, കുറഞ്ഞു പോകുന്നു. ആ ഒരു കൺസെപ്റ്റിൽ പോകും. പക്ഷെ മറ്റേ നമ്മൾ വാട്ടറിന്റെ കേസ് നോക്കുമ്പോഴത്തേക്കും നേരെ തിരിഞ്ഞായിരിക്കും ഇത് വരിക. അത് വേണമെങ്കിൽ ഞാൻ ഗ്രാഫ് വെച്ച് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ടെക്സ്റ്റ് ഉണ്ടോ കയ്യിൽ? ഗ്രാഫ് ഒന്ന് കാണിച്ചു തരാനായിരുന്നു. ആ ഹെഡിങ് എഴുതിക്കുക, അനോമലസ് ബിഹേവിയർ, ഇറ്റ് ഇസ് അൺയൂഷ്വൽ ബിഹേവിയർ ഓഫ് വാട്ടർ. നോട്ട് പറഞ്ഞത് അല്ല, ഒരു പോയിന്റ് എഴുതി വെച്ചല്ലോ. അടുത്ത ക്ലാസ് നമുക്ക് ഓർമ്മ കിട്ടില്ലല്ലോ അതെന്താ പറഞ്ഞെന്നുള്ളത്. It is the unusual behavior of water compared to other liquids. It is the unusual behavior of water compared to വാട്ടറിന് മാത്രം. അതാ ഞാൻ പറയുന്നത്, ബാക്കി എല്ലാത്തിനും അല്ല. വാട്ടറിന്റെ അത് എക്സ്പെരിമെന്റലി ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. എക്സാമ്പിൾ പറഞ്ഞു, റിയൽ ലൈഫ് എക്സാമ്പിൾ ഒരു കണക്ട് ചെയ്യാം. Other liquids. It is the unusual behavior of water compared to other liquids. കുറച്ചധികം പറയാനുണ്ടാവും.
നീ കൊടുത്തിട്ടില്ലല്ലോ വരക്കാനുണ്ട് ഗ്രാഫിനി അത്. ഓ എന്തൊരു കൺസേൺ, എന്തൊരു കൺസേൺ ആണ് അവരെ പറ്റി പറഞ്ഞില്ല. ഓക്കെ, ഗ്രാഫ് വരച്ചിട്ട് വേണം ഇത് പറഞ്ഞുതരാം. ഞാൻ ഗ്രാഫ് വരച്ച് പറഞ്ഞുതരാം അത് അടുത്ത ക്ലാസ്സിൽ. ഇപ്പൊ ജസ്റ്റ് ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഗ്രാഫ് വരച്ച് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മളിപ്പോ ഇത്രയും കണ്ടന്റ് പഠിച്ചിട്ട് വേണം വരാൻ. അനോമൽ ഓഫ് ബിഹേവിയർ എന്ന് പറയുമ്പോഴത്തേക്ക് അൺയൂഷ്വൽ ബിഹേവിയർ ഓഫ് വാട്ടർ ആണ് നമ്മൾ പറയുക. അതായത് സാധാരണ ലിക്വിഡിന്റെ കേസ് വെച്ച് നോക്കുമ്പോഴത്തേക്കും എന്താ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നേരത്തെ വന്നാൽ മതി. അടുത്ത ക്ലാസ് മൺഡേ ഉണ്ടാവില്ല ആയിരിക്കും. മാക്സിമം